ഒരു ക്രിസംഗി സഹോദരനുമായി കടുത്ത തർക്കം. UK-യിൽ നിന്നാണ് വിളിച്ചത്. ഏകദേശം 1 മണിക്കൂറോളം സംസാരിച്ചു. യേശുക്രിസ്തു ഖുറാനിൽ എന്ന് പറയുന്ന എന്റെ വീഡിയോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് പിൻവലിക്കണം, ഇതിനെതിരെ കേസ് കൊടുക്കും, നിയമ നടപടിക്ക് പോരാടും എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി അതിനെന്നെ വിളിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ യേശു ഖുറാനിലുണ്ടോ, ബൈബിളിലെ യേശു എന്താണ്, ഖുറാനിലെ യേശു എന്താണ് ഒക്കെ ഞാൻ അദ്ദേഹത്തോട് വിശദീകരിച്ചു. പക്ഷെ അദ്ദേഹം അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികളെ നിങ്ങൾ അപമാനിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളണ്ട, സ്വന്തം കാര്യം പറഞ്ഞാൽ മതി, നിങ്ങൾ എല്ലാ ക്രിസ്ത്യാനികളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട. ഈ തീവ്ര ഹിന്ദുത്വവാദികൾ എല്ലാ ഹിന്ദുക്കളുടെയും ഏറ്റെടുക്കുന്നത് പോലെ താങ്കളോ ഞാനോ ഒന്നും ആരുടെയും എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട, സ്വന്തം കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ രസകരമായ തർക്കമാണ്. പുള്ളി വളരെ എന്താ പറയുക, ഈ വിഷയത്തിൽ പാഷനുള്ള വ്യക്തിയാണ്. പക്ഷെ വികാരം മാത്രം പോരാ, വിശ്വാസം വിചാരം കൂടിയാണ്, വികാരം മാത്രമല്ല. അപ്പം ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം എന്താണ്, പരിശുദ്ധ ബൈബിളിൽ പരിശുദ്ധ ഖുറാനിൽ എന്താണ് യേശു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായ വളരെ ഇന്റൻസ് ആയ ചർച്ചയാണ്. എനിക്കിടയ്ക്ക് ദേഷ്യം വന്ന് എന്റെയും കൺട്രോൾ വിട്ടുപോയി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ പറയുക വളരെ സ്ട്രോങ് ആയി വാദിച്ചു. പക്ഷെ അവസാനം സമാധാനത്തിലും സമന്വയത്തിലുമാണ് നിർത്തിയത്. ഞാൻ എന്നിട്ട് അവസാനം അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, യേശു ക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചത് എന്നൊക്കെ. അപ്പൊ അദ്ദേഹത്തിനുള്ള മറുപടി പറയുന്നത് കേൾക്കുക. അദ്ദേഹത്തിന്റെ എന്താ പറയണേ വാദങ്ങളെ ബഹുമാനത്തോടെ ആദരവോടുകൂടി എടുക്കുന്നു. എന്നാൽ ചരിത്രത്തിലെ യേശു ക്രിസ്തു, അതായത് ചരിത്രത്തിലെ യേശു ക്രിസ്തു, ബൈബിളിലുള്ള യേശു ക്രിസ്തു, ഖുറാനിലുള്ള യേശു ക്രിസ്തു ഒരാളാണ്. ദൈവശാസ്ത്രപരമായ വ്യത്യാസം കാണാം, പക്ഷെ ചരിത്രത്തിൽ അവർ ഒരാളാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. യേശു ക്രിസ്തു എന്ന് പറയുന്ന മേരിയുടെ മകൻ തന്നെയാണ് മറിയത്തിന്റെ മകനായ ഈസ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ എന്നിട്ട് ഒരു വെല്ലുവിളിയും നടത്തി, വേണമെങ്കിൽ ChatGPT നിങ്ങൾ അടിച്ചു നോക്കൂ. കൃത്യമായി ChatGPT ഞാൻ അടിച്ചു നോക്കി. ChatGPT ഞാൻ പറഞ്ഞ ഉത്തരം തന്നെ കൃത്യമായി പറയുകയും ചെയ്തു. അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിക്കും. അതായത് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ആരാണ്, യേശു ക്രിസ്തുവിന്റെ ചരിത്രം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അത് ChatGPT നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കുകയാണ്. ഞാൻ ChatGPT-യോട് ചോദിക്കുകയാണ്, ജീസസ് ക്രൈസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ബൈബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ജീസസ് ക്രൈസ്റ്റും ഖുറാനിലെ ഈസാ നബിയും ഒരാളാണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ChatGPT പറയുന്നു, യെസ്, ജീസസ് ക്രൈസ്റ്റ് ഇൻ ബൈബിൾ ആൻഡ് ഈസാ നബി ഇൻ ഖുറാൻ, അവർ സെയിം ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ആണ്. അവർ 2 വ്യത്യസ്ത ട്രഡീഷനിലാണ് വരുന്നത്. ദൈവശാസ്ത്രപരമായ വ്യത്യാസമുണ്ട്, പക്ഷേ ചരിത്രപരമായ ഒന്നാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ ബോട്ടം ലൈൻ കൃത്യം അങ്ങനെ തന്നെ ബോട്ടം ലൈൻ, സെയിം ഹിസ്റ്റോറിക്കൽ ഇൻഡിവിജ്വൽസ്, ഡിഫറെന്റ് തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻസ്, ഒരേപോലുള്ള ചരിത്ര വസ്തുത, എന്നാൽ വ്യത്യസ്ത ദൈവശാസ്ത്രപരമായ ധാരണകൾ. ഇത് മാത്രമാണ് വ്യത്യാസം. പക്ഷേ രണ്ടും ഒന്നാണ്. പക്ഷെ അതിശക്തമായ ഒരു ഡിബേറ്റ് ആയിരുന്നു. ആ ഡിബേറ്റ് ആണ് കാണുന്നത്. കുറച്ച് ലോല മനസ്സിന് കാണരുത്. തർക്കവും ചില ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, ഒരുപാട് രൂക്ഷമായ ഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട്. പക്ഷെ രസകരമായ ഒരു തർക്കമാണ്. യഥാർത്ഥത്തിൽ ഈ ക്രിസംഗി മനസ്സ് കൃത്യമായി നമുക്ക് അതിൽ നിന്ന് പിടികിട്ടും. ഞങ്ങളുടെ വിശ്വാസത്തിന് എതിർ നിൽക്കുന്നതാണ് ഖുറാൻ എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഞാൻ പരമാവധി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് അദ്ദേഹത്തോട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഇസ്ലാം മതമല്ല, ഇസ്ലാം മതം ഏറ്റവും പരിശുദ്ധമായിട്ടും വിശുദ്ധമായിട്ടും ദൈവീകമായിട്ടുമാണ് യേശുക്രിസ്തുവിനെ കാണുന്നത്. യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഏതെങ്കിലും വിഭാഗം ഉണ്ടെങ്കിൽ അത് ഈ തീവ്ര സയനിസ്റ്റുകാരെ മാത്രമാണ് നിഷേധിക്കുന്നത്. ബാക്കി എല്ലാവർക്കും യേശുക്രിസ്തുവിനോട് ആദരവാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ജൂതനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും എല്ലാം ആദരിക്കാൻ കഴിയുന്ന, ലോകത്തെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു ഐക്കണാണ് യേശു ക്രിസ്തു എന്ന് ഞാൻ അദ്ദേഹത്തോട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോ ക്രിസംഗിയുമായിട്ടുള്ള ആ ഡിബേറ്റ്. എന്താ സാറിന്റെ പേര്? ഞങ്ങള് യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നതാണ്. ശരി, ശ്രദ്ധിച്ച് കേൾക്കൂ സുഹൃത്തെ, ശ്രദ്ധിച്ച് കേൾക്കൂ. ഞങ്ങൾ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ കുറെ നാളായിട്ട് ഈ ചൊറിച്ചിൽ തുടങ്ങിയത് നിങ്ങൾക്ക് ഈ യേശു ക്രിസ്തു പറഞ്ഞ ഇതിന് വിരുദ്ധമായിട്ട് പറയുന്ന ഇതാണ് ഖുറാൻ. ആ ഖുറാൻ പിടിച്ച് യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ താങ്കളിട്ടത് ഒരിക്കലും ശരിയായിട്ടില്ല. മാറ്റണം. മറുപടി പറയട്ടെ. നിങ്ങൾ എന്ത് മറുപടി പറഞ്ഞാലും കാര്യമില്ല. ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവമാണ്. ക്രിസ്ത്യാനി തന്നെയല്ലേ? അതെ. നമ്മൾ രണ്ടും വായിച്ചത് ബൈബിള് തന്നെയല്ലേ? ഇത് അല്ലാതെ വേറെ പുസ്തകങ്ങൾ ഞാനും ബൈബിൾ പഠിച്ചിട്ടുണ്ട്, താങ്കളും ബൈബിൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടും പഠിച്ചത് ബൈബിള് തന്നെയല്ലേ? ഇനി ആ ബൈബിള് പ്രകാരം യഹോവയാണ് ദൈവം. ബൈബിള് പ്രകാരം യഥാർത്ഥത്തിൽ യേശുവിന്റെ അടക്കം
അപ്പൊ യേശു ദൈവദൂതനും പ്രവാചകനും ദൈവപുത്രനും അല്ലേ? യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള അതിന് വിപരീതമായി യേശു ക്രിസ്തു ദൈവപുത്രനല്ല എന്ന് പറയുന്ന ഖുറാനും പിടിച്ചു നിൽക്കുന്ന ആയിക്കോട്ടെ, അതാണ് താങ്കൾക്ക് സംസാരിക്കുന്നതിന് വിരോധമില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. ഞാനൊരു കാര്യം കുറെ നാളായി ഞങ്ങൾക്ക് സൈഡിൽ കൂടെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേട്ടായി പഠിക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് ബൈബിൾ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്റെ വീട്ടിലാണ് എന്റെ വീട്ടിലാണ് ഏറ്റവും വലിയ യേശു ക്രിസ്തുവിന്റെ ഫേസ് വാൾ പെയിന്റിംഗ് ഉള്ളത്. ചേട്ടൻ എന്നെ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പഠിപ്പിക്കണ്ട. അതുകൊണ്ട് നമുക്ക് ബൈബിളിനെ കുറിച്ച് സംസാരിക്കാം. കാര്യങ്ങൾ പറയുന്ന ഖുറാന്റെ ഇത് പിടിച്ച് നിങ്ങൾ വെച്ചത് നമുക്ക് സംസാരിക്കാം. ഞാൻ അതാ എന്താ പറ്റാത്തത്? നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് ഞങ്ങളെന്ന് പറഞ്ഞ ആരാ? താങ്കളുടെ കാര്യം പറഞ്ഞാൽ മതി. ഞങ്ങളെന്ന് പറഞ്ഞ ആരാ? ക്രിസ്ത്യാനികൾക്കെല്ലാം താങ്കളുടെ അഭിപ്രായമാണുള്ളത്. ക്രിസ്ത്യാനികൾക്കെല്ലാം താങ്കളുടെ അഭിപ്രായമാണുള്ളത്. ഇക്കാലത്തെ ക്രിസ്ത്യാനികൾക്കെല്ലാം മുസ്ലിം വിരോധം ഉണ്ടെന്നാണോ വരുന്നത്? നാട്ടിലെ ക്രിസ്ത്യാനികൾക്കെല്ലാം മുസ്ലിം വിരോധം ഉണ്ടെന്നാണോ വരുന്നത്? പിന്നെ താങ്കളല്ലേ പറഞ്ഞത് ബൈബിളിന്റെ എന്ത് ഘടകവിരുദ്ധ കാര്യമാണ് ഖുറാനിൽ പറയുന്നത്? ബൈബിളിന്റെ എന്ത് ഘടകവിരുദ്ധ ആശയമാണ് ഖുറാനിലുള്ളത്? അല്ലല്ല, ഒരു സെന്റ് ബൈബിളിന്റെ എന്ത് ഘടകവിരുദ്ധ ആശയമാണ് ഖുറാനിലുള്ളത്? അങ്ങനെ അറിയാമോ എന്നറിയില്ല. ഒരു സെക്കൻഡ്, താങ്കൾ എന്താ വാദം എന്നുള്ള ആദ്യം ശ്രദ്ധിക്കൂ. താങ്കൾ എന്താ വാദം എന്നുള്ള ശ്രദ്ധിക്കൂ. പരിശുദ്ധ ബൈബിളും വിശുദ്ധ ഖുറാനും വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് താങ്കളെക്കാൾ നന്നായിട്ട് അറിയാം. അല്ല സുഹൃത്തെ, അല്ല. അയ്യോ, സംശയമല്ല, എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. എന്താണ് ബൈബിൾ പറയുന്നത് താങ്കൾ അറിയണം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ അങ്ങോട്ട് പറഞ്ഞു നമുക്ക് എന്താ ഒരു സെക്കൻഡ് ഞാൻ തിരിച്ചു ഒരു കാര്യം ചോദിച്ചു. അല്ലല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. തിരിച്ചു ചോദിച്ചോട്ടെ. ഒരു സെക്കൻഡ്. ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും രണ്ടുപേരും എബ്രഹാം പിതാവ് അല്ലെങ്കിൽ ഇബ്രാഹിം പിതാവ് എന്നല്ലേ തുടങ്ങുന്നത്? അല്ലാതെ വേറെ അല്ല. അല്ലല്ല, ഒരു സെക്കൻഡ്. അല്ലല്ല, ഞാൻ ഈ ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം താങ്കൾ പറയൂ. ഞാനൊരു ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പറയൂ. അഭിപ്രായം ഇല്ലാത്ത എന്താ? ഇത് മൂന്ന് ഒരാളല്ലേ? അല്ലല്ല, ഒരു സെക്കൻഡ് സുഹൃത്തെ, നമുക്ക് ഒരു ചോദ്യം വെച്ച് പോവാം. ഞാനൊരു ചോദ്യം താങ്കളോട് ചോദിക്കാം, താങ്കൾ തിരിച്ചെന്നോട് ചോദിച്ചോളൂ. എന്റെ സുഹൃത്തെ, എബ്രഹാമും ഇബ്രാഹിമും ഒന്നല്ലേ? ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ബൈബിളാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പഴയ നിയമവും പുതിയ നിയമവുമാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പഴയ നിയമവും പുതിയ നിയമവുമാണ്. ഞാൻ അതാണ് പറഞ്ഞത് സുഹൃത്തെ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു പള്ളിയിൽ അച്ഛനോട് ചോദിക്കാം. എന്റെ സുഹൃത്തെ ശ്രദ്ധിക്കൂ. എന്റെ സുഹൃത്തെ, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അറിയില്ല. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പഴയ നിയമവും പുതിയ നിയമവുമാണ് അല്ലേ? അല്ല, നോക്കണ്ടോ? ഞാൻ ചെറുപ്പം മുതലേ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ അല്ലേ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പോരെ? വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് താങ്കൾക്ക് അറിയോ? എനിക്കറിയാം. അതാണ് പറയുന്നത്. അത് താങ്കൾ പറയുന്ന രീതിയിലല്ല. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് താങ്കൾക്ക് അറിയോ? ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പഴയ നിയമവും പുതിയ നിയമവും. ആ പുതിയ നിയമം യേശു ക്രിസ്തു. ഞാൻ ചോദിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയോ? യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു, മനുഷ്യർക്ക് വേണ്ടി മരിച്ച് കുരിശിൽ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ക്രിസ്ത്യാനിറ്റി എന്ന റിലീജിയനെ കുറിച്ചല്ലേ നമുക്ക് സംസാരിക്കുന്നത്? ആര് ചോദ്യം ചെയ്തു? ഇല്ല, ഈ ക്രൈസ്തവ വിശ്വാസം ഈ ബേസിലാണോ? പിന്നെ അവിടെ അങ്ങോട്ട് കാര്യങ്ങളുള്ളൂ ചേട്ടായി. ആ ബേസിലല്ല, ബൈബിളിന്റെ ബേസിലാണ് ക്രൈസ്തവ വിശ്വാസം. അതിന്റെ താഴെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലിമെന്റ് ആണിത്. ശരി, ഞാൻ തിരിച്ചു ചോദിക്കാം. ഇതിന് താങ്കൾക്ക് തർക്കമുണ്ടോ? അതിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു, അവൻ മനുഷ്യാവതാരം എടുത്തു, അവൻ കുരിശിൽ മരിച്ചു, ഭൂമിയിൽ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ ഏറ്റപ്പെട്ടു, മൂന്നാം ദിവസം സ്വർഗത്തിൽ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. പറയുന്നതേ നമ്മളത് അക്കാഡമിക്കലി ഞാനല്ലേ ആദ്യം ചോദിച്ചത്. താങ്കൾ ഞാനല്ലേ ആദ്യം ചോദിച്ചത്. എന്നിട്ട് താങ്കൾ ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഉത്തരം ഒന്ന് പറഞ്ഞിട്ട് ഇത് പറയൂ. താങ്കൾ ചോദിച്ചതിന് കൃത്യമായ ഉത്തരം എനിക്ക് അറിയാതെ പറയുകയും ചെയ്യാം. അല്ല, ഞാനല്ലേ ആദ്യം ചോദിച്ചത്. സുഹൃത്ത്, എന്റെ സുഹൃത്തെ, ഒരു സെക്കൻഡ്. ഞാൻ ചോദിച്ചത് അല്ലല്ല, ഒരു സെക്കൻഡ് സുഹൃത്തെ, ഒരു സെക്കൻഡ്.
ഒരു സെക്കൻഡ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അതിനെ ചോദ്യം ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. എന്റെ സുഹൃത്തെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഞാനല്ലേ ആദ്യം ചോദിച്ചത്. ഒരു സെക്കൻഡ് സുഹൃത്തെ, ഞാനല്ലേ ആദ്യം ചോദിച്ചത്. ഞാനല്ലേ ആദ്യം ചോദിച്ചത്. ഇതിൽ താങ്കൾക്ക് സംശയമുണ്ടോ? ഇല്ല, സംശയമില്ല. പക്ഷെ ഇതിന്റെ പശ്ചാത്തലം താങ്കൾക്ക് മനസ്സിലാകണമെങ്കിലാണ് ഞാൻ പറയുന്നത്. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനം എനിക്കറിയാലോ. താങ്കൾ എന്നെ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കണ്ട. ഞാൻ ചോദിച്ച സിമ്പിൾ ചോദ്യം. ഒരു സെക്കൻഡ് താങ്കൾ ശ്രദ്ധിക്കൂ. താങ്കൾ ശ്രദ്ധിക്കൂ. പഠിപ്പിക്കാൻ വന്ന ആളല്ല. അയ്യോ, താങ്കളുടെ നിന്ന് പഠിക്കാൻ എനിക്ക് യാതൊരു മടിയില്ല. താങ്കളുടെ നിന്ന് പഠിക്കാൻ എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ വളരെ സ്പെസിഫിക്കലി ഒരു ചോദ്യം ചോദിക്കുകയാണ്. താങ്കൾ കാടടിച്ച് വെടിവെക്കരുത്. വിശ്വാസത്തിനെതിരെ താങ്കൾ ഇങ്ങനെ ഒരു പോസ്റ്റ് എന്ത് ആധികാരികതയുടെ അടിസ്ഥാനത്തിൽ? ആ കാര്യം ബൈബിൾ പഠിച്ചിട്ടുള്ള ആധികാരികതയിൽ, ബൈബിളും ഖുറാനും പഠിച്ചിട്ടുള്ള ആധികാരികതയിലാണ് ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ബൈബിളും ഖുറാനും പഠിച്ചിട്ടുള്ള ആധികാരികതയിലാണ് ഞാൻ ഇടുന്നത്. ബൈബിളും ഖുറാനും പഠിച്ചിട്ടുള്ള ആധികാരികതയിലാണ് ഞാൻ ഇടുന്നത്. ഇനി താങ്കളല്ല, അത്യാവശ്യം നല്ലൊരു ക്രിസ്തീയ പ്രഭാഷകനോട് ബൈബിളിൽ സംവാദം നടത്താനുള്ള അറിവ് എനിക്കുണ്ടെന്ന് വിചാരിച്ചോളൂ. ഇനി ഞാൻ ഒരു ചോദ്യം, അല്ലല്ല, ഒരു സെക്കൻഡ് താങ്കൾ അസഹിഷ്ണു ശ്രദ്ധിച്ചോ. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, താങ്കൾ ശ്രദ്ധിക്കൂ. എന്റെ സഹോദര താങ്കൾ ശ്രദ്ധിക്കൂ. ഒരു ചോദ്യമല്ല ഞാൻ ചോദിച്ചുള്ളൂ. താങ്കൾ യെസ് ഓർ നോ പറയാൻ എന്താ മടി കാണിക്കുന്നേ? സുഹൃത്തെ, ഞാൻ ഒരു ചോദ്യമല്ലേ ചോദിച്ചുള്ളൂ. ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്ന, ബൈബിളിലും തോറയിലും പറയുന്ന, അല്ലെങ്കിൽ ക്രിസ്തീയ ചരിത്രത്തിൽ ഉള്ള അബ്രാം അല്ലെങ്കിൽ അബ്രഹാം എന്നാണ് പേര്, പിന്നീടാണ് അബ്രഹാം ആകുന്നത്. ആ അബ്രഹാമും ഇബ്രാഹിം മുസ്ലിങ്ങൾ പറയുന്നത് ഒരാളല്ലേ? അല്ല. പിന്നെ ആരാണ് വേറെ? അവര് പറയുന്ന മൂസ നബിയും മോസസും ഒരാളല്ലേ? അത് അവര് പറഞ്ഞോട്ടെ. ഞാൻ ചോദിച്ചത് ഒരാളല്ലേ? എതിർപ്പില്ലാണ്. അവര് പറഞ്ഞോട്ടെ. ഞാൻ ചോദിച്ച സുഹൃത്തെ അല്ല, ഒരാളാണോ അല്ലയോ? ഞാൻ ചോദിച്ച ചോദ്യം അതല്ലേ സുഹൃത്തെ. എനിക്ക് ഉത്തരം പറയാൻ ഒരു സ്പേസ് തരൂ. അവര് പറഞ്ഞു നടന്നോട്ടെ. അവര് പറഞ്ഞു നടക്കുകയല്ല. ഇത് ശരി, ഒരു ചോദ്യം കുറച്ചുകൂടെ സ്പെസിഫിക്കലി ചോദിക്കാം. അവര് പറയുന്ന ഈസ എന്ന് പറയുന്ന ആള് തന്നെയല്ലേ യേശുവും ജീസസും ഈസയും ഒക്കെ? പിന്നെ ആരാണ്? അല്ല. വേറെ ആരാ കന്യകയ്ക്ക് ജനിച്ചത്? അതെന്റെ ഡ്യൂട്ടി അല്ല. വേറെ ആരാ കന്യകയ്ക്ക് ജനിച്ചത്? എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ചേട്ടായി. വേറെ ആരാ കന്യകയ്ക്ക് ജനിച്ചത്? ഞാൻ ചോദിച്ചത് വേറെ ആരാ കന്യകയ്ക്ക് ജനിച്ചത്? പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. വേറെ ആരാ കന്യകയ്ക്ക്? എന്റെ സുഹൃത്തെ, താങ്കൾക്ക് മുസ്ലിം വിരോധം കാരണം താങ്കൾ പറയുന്നതാണിത്. ശരി, അല്ല സുഹൃത്ത്, ഒരു സെക്കൻഡ്. ഞാൻ ഒരു ചോദ്യം, ഒരു സെക്കൻഡ്. താങ്കൾ ഒരു സെക്കൻഡ് ഒന്ന് കേൾക്കൂ. താങ്കൾ അസഹിഷ്ണുത കാണിക്കാതെ. നമ്മൾ രണ്ടും യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്? ഞാൻ പറയുന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. അല്ല, ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ് കുരിശുമരണം. ക്രൂശുമരണമാണ് സുഹൃത്തെ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തു അല്ലേ? ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തു അല്ലേ? ഒരു വിഭാഗത്തിന്റെ എന്റെ സുഹൃത്തെ, എന്റെ ചോദ്യം വളരെ ക്ലിയർ അല്ലേ? എന്റെ ചോദ്യം വളരെ ക്ലിയർ അല്ലല്ല. ഒരു സെക്കൻഡ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തു അല്ലേ? പ്രതിനിധീകരിക്കുന്ന വിശ്വാസത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തത്വചിന്തയുടെ സത്യത്തിലേക്ക് വന്നത് കണ്ടോ? കാര്യം താങ്കളുടെ മനസ്സിൽ ഇസ്ലാം അതിന് എതിരാണെന്നുള്ള തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണയാണ് ഇത് ഉണ്ടാവുന്നത്. അംഗീകരിക്കണ്ട. അതുകൊണ്ട് എന്താ? അവർ ഇതിനെ മറ്റൊരു കാഴ്ചപ്പാടി കാണുന്നു. പക്ഷെ അതുകൊണ്ടല്ലേ അവർ മുസ്ലിങ്ങളായത്? താങ്കൾ ഞാൻ ആ ടോൺ ഞാൻ തിരിച്ച് ഉപയോഗിക്കുന്നില്ല. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം യേശു ക്രിസ്തു ആണോ അല്ലയോ? സുഹൃത്തെ, ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തു ആണോ അല്ലയോ? എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. യേശു ക്രിസ്തു ആണോ ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം? ക്രിസ്ത്യാനിറ്റിയുടെ കാര്യം അറിയാൻ താല്പര്യമുണ്ടല്ലോ. ക്രിസ്ത്യാനിറ്റിയുടെ കാര്യം അറിയാൻ താല്പര്യമുണ്ടല്ലോ. യേശു ക്രിസ്തു ആണോ ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം? യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്നുള്ളതിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ തിരിച്ചു ചോദിക്കാം. ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തു ആണ്, താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതെന്തോടോ? ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് പറയണ ആൻസർ വേണം. ഞാൻ ചോദിക്കുന്നതിന് ശരി, ഞാൻ ഉത്തരം പറയും, താങ്കളും മറുപടി പറയണം. ഓക്കെ ആണ് ഞാൻ വിശ്വാസത്തിന്റെ ക്രൈസ്തവ വിശ്വാസം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രൻ ഭൂമിയിൽ വന്ന്
അവൻ ലോകത്തിന്റെ പാപം ഏറ്റെടുത്ത് മരിച്ച് 3-ാം ദിവസം സ്വർഗത്തിലേക്ക് കുരിശിൽ മരിച്ച് 3-ാം ദിവസം സ്വർഗത്തിലേക്ക് കരയേറി എന്നുള്ളത് ലോകത്തുള്ള എല്ലാ ക്രൈസ്തവ വിശ്വാസികളും വിശ്വസിക്കുന്ന കാര്യമാണ്. 100% അഗ്രി ചെയ്യുന്നു. ഇല്ലെന്ന് ആര് പറഞ്ഞു? ഇനി തിരിച്ച് ഞാൻ ചോദിക്കാം 100%. ഇനി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഇനി താങ്കൾ ഇപ്പം പറഞ്ഞല്ലേ ഞാൻ ഉത്തരം അല്ലല്ല ഒരു സെന്റ് അല്ലല്ല ഒരു ചോദ്യം കഴിഞ്ഞില്ലേ? ഇനി അല്ല ഒരു സെന്റ് താങ്കളുടെ ചോദ്യം കഴിഞ്ഞില്ലേ? ഇനി അല്ലല്ല താങ്കളുടെ ചോദ്യം കഴിഞ്ഞില്ലേ? ഇനി എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. താങ്കളല്ല ഒരു സെന്റ് താങ്കളുടെ ചോദ്യം കഴിഞ്ഞില്ലേ? അത് താങ്കൾ കൈവച്ച എന്റെ ചോദ്യം ഞാൻ അല്ലല്ല ഒരു സെന്റ് സുഹൃത്തെ താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു. തിരിച്ചുള്ള മര്യാദയല്ലേ സുഹൃത്തെ? ഒരു സെന്റ് തിരിച്ചുള്ള മര്യാദയല്ലേ എന്റെ ചോദ്യം കേൾക്കേണ്ടത്? പറഞ്ഞു തരാം. ഈ വൺ സൈഡ് റേഡിയോ മാത്രമേ ഉള്ളൂ ഭായിക്ക്. എന്റെ ചോദ്യമേ വൺ സൈഡ് റേഡിയോയേ ഉള്ളൂ. ഞാൻ അല്ലല്ല ഒരു സെക്കൻഡ് താങ്കൾ തിരിച്ചുള്ള ചോദ്യം കേൾക്കൂലേ? നിങ്ങൾ വേറെ എവിടേക്ക് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോകണേ? ഞാനെന്റെ ചോദ്യം ചോദിക്കണേ എന്താന്ന് പോലും താങ്കൾ അറിഞ്ഞൂടല്ലോ. ചോദ്യം കേൾക്കൂ ആദ്യം. ഞാൻ ശരി സമ്മതിച്ചു. ഞാൻ താങ്കൾ ആ ചോദ്യം കേൾക്കൂ. അത് അടുത്ത പ്രാവശ്യം ചോദിച്ചാൽ പോരെ? അത് അടുത്ത പ്രാവശ്യം ചോദിക്കൂ. ഒരു 30 സെക്കൻഡ് തരൂ. അല്ല അത് അടുത്ത പ്രാവശ്യം ചോദിക്കൂ. ആദ്യം എനിക്ക് 15 സെക്കൻഡ് തരൂ. ആദ്യം എനിക്ക് 15 സെക്കൻഡ് തരൂ. ഈ വിശ്വാസത്തിന് എഗെയിൻസ്റ്റ് അതായത് അതല്ലേ ഞാൻ പറഞ്ഞത് ഭായി. അത് അടുത്ത ചോദ്യമല്ലേ? ഇനി എന്റെ ചോദ്യം കേൾക്കൂ. അതിനുള്ള മര്യാദ കാണിക്കൂ. സാധനത്തിനെയും മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു. എന്റെ സുഹൃത്തെ ഞാൻ ആദ്യം എന്റെ ചോദ്യത്തിന് താങ്കളുടെ ഒരു ചോദ്യത്തിന് ഞാൻ 100% യോജിക്കുന്നു. ഉത്തരം പറഞ്ഞല്ലോ. ഇനി എന്റെ ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരം പറയണ്ടേ? അല്ല ഒരു വൺ സൈഡ് മാത്രമേ ഉള്ളൂ. അത് അനുബന്ധം അടുത്ത ചോദിച്ചോളൂ. ഇനി അതേപോലെ ഞാൻ എന്റെ അനുബന്ധവും ചോദിക്കും. അടുത്ത ചോദിച്ചോളൂ. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. യേശു ക്രിസ്തു ആണോ ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം? അതെ. സിമ്പിളുള്ള എന്റെ ചോദ്യം ആണല്ലോ. ഇത് രണ്ടും നമ്മൾ അഗ്രി ചെയ്തു. താങ്കൾ പറഞ്ഞു ഇനി താങ്കളുടെ അനുബന്ധം ചോദിച്ചു. ഇതുപോലെ എനിക്കൊരു അനുബന്ധമുണ്ട്. ചോദിച്ചോളൂ. ഇനി ഞാൻ ചോദിക്കാം. യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രത്വവും കുരിശ് മരണവും സ്വർഗാരോഹണവും മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾക്ക് വേറൊരു കാഴ്ചപ്പാടാണ് വിഷയത്തിൽ. അതുകൊണ്ട് എന്താ അവര് പക്ഷെ പ്രവാചകനായി കാണുന്നുണ്ടല്ലോ. ശരിയാണല്ലോ. ഞാൻ ചോദിക്കുന്നത് ശരിയാണല്ലോ. അംഗീകരിക്കുന്നില്ലല്ലോ. ഇല്ല. അവര് വേറൊരു കാഴ്ചപ്പാടാണ് കാണുന്നത്. അതുകൊണ്ട് എന്താ സ്വാഭാവികമായിട്ടും ബൈബിളും ഖുറാനും വ്യത്യസ്തമാണല്ലോ. വ്യത്യസ്ത 100% ആണ്. ബൈബിളും ഖുറാനും ഗീതയും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോ ക്രൈസ്തവ വിശ്വാസവും ഇസ്ലാമിക വിശ്വാസവും അല്ല താങ്കളുടെ ചോദ്യം ഇനി എന്റെ ചോദ്യമാണ്. ഇനി അങ്ങനല്ലേ പോകേണ്ടത്? ഇനി എനിക്കൊരു ചോദ്യം വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇളക്കം വരുന്നത്. താങ്കൾക്ക് അല്ല താങ്കളുടെ ചോദ്യം കഴിഞ്ഞില്ലേ? ഇനി തിരിച്ചൊരു ചോദ്യം ചോദിച്ചൂടെ? അത് വീട് സുഹൃത്ത് ഇതോടെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ തിരിച്ചിങ്ങോട്ട് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ അതെന്താ താങ്കൾക്ക് ഉത്തരം പറയാൻ പറ്റൂലേ? ശരി. ഇനി അല്ല താങ്കൾ രണ്ടാമത് എന്നോട് ചോദിച്ചു ഇസ്ലാം മതം കുരിശു അല്ലല്ല താങ്കൾ എന്നോട് ചോദിച്ചു അല്ല ഒരു സെന്റ് താങ്കൾ എന്നോട് ചോദിച്ചു താങ്കൾ എന്നോട് ചോദിച്ചു ഇസ്ലാം മതം. സാറേ ഞാൻ ഈ രണ്ട് മതങ്ങളെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് താങ്കളുടെ ചോദ്യത്തിന് ഞാൻ വ്യക്തമായ ഉത്തരം പറഞ്ഞു. അതെ അതുകൊണ്ടല്ലേ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ സംസാരിച്ചതിൽ നിങ്ങൾക്ക് എനിക്ക് തീരെ ബോധിയിലെ അല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് മാത്രമല്ലല്ലോ ചോദിക്കാൻ. ഒരു ഖുർആൻ പിടിച്ചിട്ട് ഞങ്ങളുടെ വിശ്വാസത്തിന് ചോദ്യം ചെയ്തു. അതല്ലേ ഞാൻ ആ ചോദ്യം ചോദിച്ചോളൂ. അതിനുമുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അത് വിഷയമല്ല സുഹൃത്തെ. അല്ലല്ല അതുകൊണ്ട് താങ്കൾ തിരിച്ചേ ഒരു സംവാദം ആകുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും പറയണ്ടേ? ഒരു വിശ്വാസം അനുസരിച്ച് അവര് ഞങ്ങളുടെ ഈ സംഭവങ്ങൾ അംഗീകരിക്കും. യേശുക്രിസ്തു കുരിശ് മരണവും യേശുക്രിസ്തു ദൈവോത്തരവും അംഗീകരിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തിന് എതിരാണ്. ഒരു ഗ്രന്ഥം ഞങ്ങൾ ആരാധിക്കുന്ന യേശുക്രിസ്തു ദൈവമായി ആരാധിക്കുന്ന യേശുക്രിസ്തു ആ ഗ്രന്ഥം പിടിച്ച് നിങ്ങൾ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പോകും സുഹൃത്തെ. എന്നെ പേടിപ്പിക്കാണ് സുഹൃത്തെ. അല്ലല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ചേട്ടായി ഒരു സെക്കൻഡ് എന്നെ നിയമത്തിന്റെ വഴി എന്നെ നിയമത്തിന്റെ വഴി പേടിപ്പിക്കാനാണെങ്കിലേ ഞങ്ങൾക്ക് ഇത് വേദന ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കും. നിങ്ങളുടെ എന്ത് കീടന അജണ്ട ആയാലും ശരി ഞങ്ങൾക്ക് ഇതിന് വേദന ഉണ്ടാക്കും. എന്റെ ചേട്ടായി എന്റെ മറുപടി ഒന്ന് കേൾക്കാമോ? നിങ്ങളോട് റിക്വസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു സെക്കൻഡ് ഞങ്ങളുടെ ദൈവത്തിനെ വെച്ചിട്ട് നിങ്ങൾ തമാശ കളിക്കാൻ നിൽക്കരുത്. ഇനി അതിന്റെ മറുപടി തമാശ കളിക്കാൻ നിൽക്കരുത്. ഇനി ഒരു സെക്കൻഡ് അതിന്റെ കൃത്യമായ മറുപടി. ഒരിക്കലും ന്യായമായിട്ടുള്ള ഒരു പരിപാടി നീതിയായിട്ടുള്ള പരിപാടിയല്ല.
താങ്കൾ വളരെ മോശം പരിപാടിയാണ് മിസ്റ്റർ രാഹുൽ. ഇല്ല ശരി, നിങ്ങൾ ആരെല്ലാം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യാനായിട്ട് ഞങ്ങളുടെ നെക്കിട്ട് കയറാതിരിക്കുക. ശരി, ഞാൻ മറുപടി കേൾക്കണ്ടേ? താങ്കൾക്ക് മറുപടി കേൾക്കണ്ടേ? ആളുകളാണ്. താങ്കൾക്ക് എന്റെ മറുപടി കേൾക്കണ്ടേ? നിങ്ങൾ എന്തെങ്കിലും വിഡിത്തരം പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇവിടെ കൊണ്ട് ഏതോ ഓണം എത്തിച്ചു വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വലിയതാന്ന് വേണ്ടിട്ട്. അല്ല, താങ്കൾക്ക് എന്റെ മറുപടി കേൾക്കണ്ടേ? അല്ലല്ല, ഒരു സെക്കൻഡ്, താങ്കൾക്ക് എന്റെ മറുപടി കേൾക്കണ്ടേ? ഞാൻ ചോദിക്കുന്ന ഒരു കറക്റ്റ് കാര്യത്തിൽ തീർന്നുള്ള സുഹൃത്തെ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ എന്റെ ചേട്ടാ ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് മറുപടി കേൾക്കണമെങ്കിൽ ഞാൻ പറയാം. ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെന്ന് പറയണ്ട, സ്വന്തം കാര്യം പറഞ്ഞാൽ മതി. ഒന്നാമത്തെ കാര്യം ഞങ്ങളെന്ന് പറയണ്ട, സ്വന്തം കാര്യം പറഞ്ഞാൽ മതി. താങ്കൾക്ക് യേശുക്രിസ്തുവിന്റെ മേളില് കോപ്പിറൈറ്റ് ഒന്നുമില്ല, എനിക്ക് അയ്യപ്പന്റെ മേളിലുമില്ല. താങ്കൾക്ക് യേശുക്രിസ്തുവിന്റെ മേളിൽ കോപ്പിറൈറ്റ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് താങ്കൾക്ക് യേശുക്രിസ്തുവിന്റെ മേളിൽ കോപ്പിറൈറ്റ് ഇല്ല. അല്ല, അതൊന്ന്. രണ്ട് എന്നെ നിയമം പറഞ്ഞ് പേടിപ്പിക്കുക. അല്ല, താങ്കൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ താങ്കൾ എന്നെ നിയമം എന്ന് പറഞ്ഞ് പേടിപ്പിക്കില്ല. അതുകൊണ്ട് താങ്കൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിയമം എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കില്ല. അതുകൊണ്ട് ആ പേടി അതൊക്കെ താങ്കൾ നിയമത്തിന്റെ വഴി പോകാണട്ടെ. മര്യാദക്കാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ സംസാരിക്കാം. ഇനി ഞാൻ അതല്ലേ താങ്കൾ ഇത്രയും നേരം എന്നോട് എന്നെ താങ്കൾ നിയമത്തിന്റെ പേര് പേടിപ്പിക്കാന്ന് പറഞ്ഞാൽ താങ്കൾക്ക് രാഹുൽ ഈശ്വറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് ആ ഭീഷണി രണ്ടായിട്ട് മടക്കി കൈവച്ചോ. ഒന്ന്. രണ്ട്, സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭാഷ സംസാരിക്കണമെങ്കിൽ ഞങ്ങളെന്ന് പറയണ്ട, സ്വന്തം കാര്യം മാത്രം പറഞ്ഞാൽ മതി. ക്രിസ്ത്യാനിറ്റികളുടെ മൊത്തം കച്ചവടം താങ്കൾ എടുക്കണ്ട. ക്രിസ്തംഗികളായിട്ടുള്ളവരെ, താങ്കൾ ക്രിസ്തംഗികളായിട്ടുള്ള മുസ്ലിം വിരോധികൾ എല്ലാ യേശുക്രിസ്തുവിന്റെ കുത്തൊക്കെയൊന്നും എടുക്കണ്ട. അതുകൊണ്ട് അല്ലല്ല, എനിക്കിതിന്റെ അജണ്ട നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് മുസ്ലിം വിരോധം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ ഞങ്ങളെന്ന് പറയണ്ട. ഒന്നാമത്തെ കാര്യം, താങ്കൾ ഞങ്ങളെന്ന് പറയരുത്, സ്വന്തം കാര്യം പറഞ്ഞാൽ മതി. താങ്കൾ ഞങ്ങളെന്ന് പറയണ്ട, സ്വന്തം കാര്യം പറഞ്ഞാൽ മതി. ഞങ്ങളില്ല, സ്വന്തം കാര്യം പറഞ്ഞാൽ മതി. ഞാൻ കൃത്യമായി ബൈബിൾ അറിയുന്നതും പള്ളികളിൽ പോകുന്ന ഒരാളുമാണ്. അതുകൊണ്ട് താങ്കൾ ഞങ്ങളണ്ട, സ്വന്തം കാര്യം പറഞ്ഞാൽ മതി. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി. അത് പറഞ്ഞു. ഇനി ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ. ഇത്രയും നേരം എന്നോട് ചോദിച്ചു, ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ. അത് ചെയ്തോളൂ. അതിനുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത്രയും നേരം പറഞ്ഞില്ലേ, തിരിച്ചു ഒരു ചോദ്യം കേൾക്കാനുള്ള മനസ്സുണ്ടാവൂ. ഇതിന്റെ ചോദ്യം കേൾക്കാനുള്ള മനസ്സുണ്ടാവൂ. ശരി, ഇനി തിരിച്ച് ഞാൻ ചോദിക്കാം. യേശുക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഖുർആൻ. എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. മറിയത്തിന്റെ മകനായ ദിവ്യ ജനനമുള്ള കന്യകയ്ക്ക് ഗർഭം ധരിച്ച് ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ജനിക്കുകയും ജീവനില്ലാത്തവർക്ക് ജീവൻ കൊടുക്കുകയും അന്ധന് കാഴ്ച നൽകുകയും ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു പ്രവാചകനെ താങ്കൾക്ക് അറിയാമോ? യേശുക്രിസ്തു പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. യേശുക്രിസ്തു പ്രോഫറ്റ് അല്ലേ? ആ പ്രോഫറ്റിനെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കുന്നതല്ലേ? പ്രവാചകൻ അല്ലേ? പ്രവാചകൻ. ശരി, ഇനി പ്രവാചകൻ എന്ന വാക്കെങ്കിൽ ദൈവദൂതൻ അങ്ങനെ വിളിച്ച കുഴപ്പമുണ്ടോ? മെസ്സഞ്ചർ ഓഫ് ഗോഡ്. ദൈവപുത്രൻ. ശരി, എന്താ നഷ്ടം? എനിക്കെന്താ നഷ്ടം? ദൈവപുത്രനായ വേറെ ആരെങ്കിലും അറിയാമോ? എന്ത് കള്ളത്തരം? ദൈവപുത്രനായ വേറെ ആരെങ്കിലും അറിയാമോ? നിഗൂഢമായ ഉദ്ദേശങ്ങൾ. താങ്കളുടെ മനസ്സിൽ മുസ്ലിം വിരോധത്തിന്റെ കോൺസ്പിറസി തിയറിയാണ്. എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. എന്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ? എന്റെ ചോദ്യത്തിന് താങ്കൾ ഒരു യെസ് ഓർ നോ ഉത്തരം പറയാമോ പ്ലീസ്? അല്ലല്ല, ഒരു സുഹൃത്തെ, എന്റെ ചോദ്യത്തിന് വളരെ കൃത്യം. എന്റെ ചോദ്യം വളരെ കൃത്യമല്ലേ? താങ്കൾക്ക് ഇതിനൊരു ഉത്തരം പറഞ്ഞൂടെ? നിങ്ങൾ പ്രവാചകന്റെ കാര്യം ശരി, വേണ്ട. അല്ല, അവസാനം വേറെ ഏതെങ്കിലും ഒരു ദൈവപുത്രനെ അറിയാമോ? കന്യകയ്ക്ക്. എന്റെ സുഹൃത്തെ, ഞാനൊരു ചോദ്യം ചോദിക്കല്ലേ? താങ്കൾ ഇത്ര നേരം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞില്ലേ? ക്ഷമയോടെ വേറൊരാളെ പറയാമോ? ജനിച്ചതാന്നുള്ള ബൈബിളിലല്ലോ ഉള്ളത്. അതെ, അങ്ങനെ വേറെ ആരെങ്കിലും അറിയാമോ? അതല്ലേ പിന്നെ നിങ്ങളെന്തിനും വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോണേ? എന്റെ സുഹൃത്തെ, ആ വ്യക്തിയെ കുറിച്ച് തന്നെയല്ലേ ഖുർആനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്? ആ വ്യക്തിയെ കുറിച്ച് പറയുന്നത് യേശു ക്രിസ്തു എന്നാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ ഞങ്ങൾ ദൈവമാണ്. താങ്കൾ ആരാധിക്കൂ, ഞാനും ആരാധിക്കുന്നു. വേറെ എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഒരു സെക്കൻഡ്. യേശു ക്രിസ്തു ലോകത്തിലെ, നിങ്ങളൊരല്പം മുമ്പേ ഒരു കാര്യം പറഞ്ഞല്ലോ, എന്റെ മാത്രം അഭിപ്രായം എന്ന് പറഞ്ഞല്ലോ, ഇല്ലേ? അത് ഓർമ്മയുണ്ടോ താങ്കൾക്ക്? അല്ലല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങൾ എന്ന് പറയണ്ട, സ്വന്തം കാര്യം പറഞ്ഞാൽ മതിയെന്ന്.
ഞങ്ങൾ എന്ന് പറയണ്ട, സ്വന്തം കാര്യം പറഞ്ഞാൽ മതി. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ലോകത്തിലെ ഏത് ക്രിസ്ത്യാനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു ദൈവപുത്രൻ, ദൈവം എന്നല്ലാതെ പിന്നെ എന്തെന്ന് പറയാം? അയ്യോ, ദൈവപുത്രനാണ് ഇല്ലെന്ന് ആര് പറഞ്ഞു? എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ബൈബിളും ഖുറാനും മെൻഷൻ ചെയ്യുന്നത് ഒരാളെ കുറിച്ചല്ലേ? എന്റെ മാത്രം അഭിപ്രായമല്ലല്ലോ അത്. ആയിക്കോട്ടെ, എന്റെ അഭിപ്രായം ദൈവപുത്രൻ തന്നെയാണ്. എന്റെ ചോദ്യം ബൈബിളും ഖുറാനും പറയുന്ന ആൾ ഒരാളല്ലേ? പ്രവാചകൻ, മറ്റത് പ്രോഫറ്റ് എന്നൊക്കെ പറയുന്ന. ശരി, അല്ലല്ല, അത് ഓരോന്നിനും ഇപ്പൊ താങ്കൾ നേരത്തെ അവതാരം എന്ന് പറഞ്ഞു. അവതാരം എന്ന് വാക്ക് ഹിന്ദു വാക്കല്ലേ? അടിസ്ഥാനപ്പെടുത്തിയല്ലേ സുഹൃത്തെ താങ്കൾ? എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ. താങ്കൾക്ക് ഇതിനു ശേഷം പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടിരിക്കാം. താങ്കൾ ഇതിനു ശേഷം പറയുന്നത് മുഴുവൻ അല്ലല്ല, ഒരു സെക്കൻഡ്. താങ്കൾ ഇതിനു ശേഷം പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടിരിക്കാം. എനിക്ക് ഒറ്റ ചോദ്യം. സുഹൃത്തെ ഒന്ന് ഒരു സെക്കൻഡ് താങ്കൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു സെക്കൻഡ്. പരിശുദ്ധ ബൈബിളും വിശുദ്ധ സാർ അല്ലല്ല സാർ, ഒരു സെക്കൻഡ് ശ്രദ്ധിക്കൂ. എന്റെ സുഹൃത്തെ ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു നിമിഷത്തേക്ക് താങ്കൾ ശ്രദ്ധിക്കൂ. വിശ്വാസി എന്ന പേരിൽ താങ്കൾ ഒരു നിമിഷത്തേക്ക് ശ്രദ്ധിക്കൂ. താങ്കൾ ഒരു നിമിഷത്തേക്കൊന്ന് ശ്രദ്ധിക്കൂ. താങ്കൾ ഒരു നിമിഷത്തേക്ക് ശ്രദ്ധിക്കൂ. സംഭാഷണത്തിൽ താങ്കൾ കടന്നു വരേണ്ടത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വിശ്വാസമാണ് മിസ്റ്റർ രാഹുൽ. ആയിക്കോട്ടെ, ഞാൻ താങ്കളോട് അല്ലല്ല, താങ്കൾ ഇത്രയും പറഞ്ഞല്ലോ. ഒരു ചോദ്യം ഒറ്റ. താങ്കൾ ഇത് കഴിഞ്ഞ് ഞാൻ 5 മിനിറ്റ് താങ്കൾക്ക് തരാം. ഞാൻ ഇത് കഴിഞ്ഞ് താങ്കൾക്ക് 5 അല്ലല്ല, ഒരു സെക്കൻഡ്. താങ്കൾക്ക് ഇത് കഴിഞ്ഞ് ഞാൻ 5 മിനിറ്റ് തരാം. ഞാൻ 5 മിനിറ്റ് മിണ്ടാതിരിക്കാം. താങ്കൾ വേറൊരു വിശ്വാസത്തെ കൊണ്ടുവരേണ്ട സാർ, ഒരു സെക്കൻഡ്. ഞാൻ ഇത് കഴിഞ്ഞ് താങ്കൾക്ക് 5 ചോദ്യം അല്ലല്ല, ഈ ഒരു സെക്കൻഡ് വിശ്വാസത്തിന് എതിരായിട്ട് താങ്കൾ ഒരു സെക്കൻഡ്. ഞാൻ അല്ലല്ല, താങ്കൾ ഒന്ന് ശ്രദ്ധിക്കുക. യേശുക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങളുടെ വിശ്വാസത്തിനും എതിരായി നിൽക്കുന്ന ഒരു വിശ്വാസം. നിങ്ങളുടെ വിശ്വാസത്തിന് എതിരല്ല. ഹിന്ദുയിസവും ഇസ്ലാമും വേറെ ഒരു വിശ്വാസവും ആരുടെയും വിശ്വാസത്തിന് എതിരല്ല. ഇതെല്ലാം വ്യത്യസ്തം മാത്രമാണ്, എതിരല്ല. അവരെന്ത് വിശ്വസിക്കുന്നോ ശരി, അല്ല, ഞാൻ താങ്കളുടെ കാഴ്ചപ്പാടാ ചോദിക്കുന്നത്. നേരത്തെ അറിയുന്ന ഒരു സെക്കൻഡ്. ഞാൻ അല്ലല്ല, താങ്കൾ ഒരു നിമിഷത്തേക്ക് ശ്രദ്ധിക്കൂ സുഹൃത്തെ. ഫോട്ടോ ഇട്ട് താങ്കളല്ല, ഒരു നിമിഷത്തേക്കൊന്ന് ശ്രദ്ധിക്കൂ. താങ്കൾ സുഹൃത്തെ അല്ലല്ല സുഹൃത്തെ, ഒരു സെക്കൻഡ്. അല്ലല്ല, ഒരു സെക്കൻഡ് സുഹൃത്തെ, ഒരു സെക്കൻഡ്. സുഹൃത്തെ, ഒരു സെക്കൻഡ്. ഈ ചോദ്യത്തിന് താങ്കൾ ഒരു ഉത്തരം പറഞ്ഞാൽ ഞാൻ താങ്കൾ 5 മിനിറ്റ് പറയുന്ന ഇരുന്ന് കേൾക്കാം. അല്ല, താങ്കൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഞാൻ താങ്കൾക്ക് 5 മിനിറ്റ് താങ്കൾ പറയുന്ന കേൾക്കാം. ഈ ഒരു അല്ലല്ല, ഒരു സെക്കൻഡ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ സുഹൃത്തെ, ഒരു സെക്കൻഡ്. ഞങ്ങളണ്ട ഒരു സെക്കൻഡ്. അല്ലല്ല, ആദ്യത്തെ കാര്യം ഞങ്ങളണ്ട. വിഷങ്ങൾ ഉള്ളില് ഇറക്കി കൊടുക്കാനും ഉതകുന്ന തരത്തിലുള്ള ആദ്യ കാര്യം ഞങ്ങളണ്ട. താങ്കൾക്ക് സംസാരിക്കുന്നെങ്കിൽ താങ്കളെക്കാട്ടി ഉച്ചത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും, അതറിയാലോ സുഹൃത്തെ. താങ്കളെക്കാട്ടി ഉച്ചത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും, താങ്കളെക്കാട്ടി നേരെ സംസാരിക്കാൻ കഴിയും. അത് വേണ്ട, താങ്കൾ 5 മിനിറ്റ് സംസാരിക്കൂ. ഞാൻ ബഹുമാനത്തോടെ കേൾക്കാം. എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം തന്നാൽ മതി. താങ്കൾ പറയുന്നത് താങ്കൾ എന്താ ചോദിക്കുന്നത് പോലും കേൾക്കുന്നില്ലല്ലോ. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, അതിനുശേഷം താങ്കൾ 5 മിനിറ്റ് സംസാരിച്ചു. പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അതിനെ പറയാൻ നിങ്ങൾക്ക് വാക്കില്ല, നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കാൻ വരികയാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒറ്റ ചോദ്യം. ഞാൻ ഒരു വരി ചോദ്യമേ ചോദിക്കുള്ളൂ. അതിനുശേഷം താങ്കൾ 5 മിനിറ്റ് സംസാരിക്കാൻ ഞാൻ കേട്ടോണ്ടിരിക്കും. എഗ്രീഡ് ആണോ? പരിശുദ്ധ ബൈബിളിൽ പറയുന്ന യേശു അഥവാ ജീസസ്, ആ വ്യക്തിയെ തന്നെയല്ലേ വിശുദ്ധ ഖുറാനിൽ ഈസ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്? അല്ല. പിന്നെ അത് എന്റെ വിഷയമല്ല. അല്ലാന്നെങ്ങനെ പറഞ്ഞു? അല്ലല്ല, ഒരു സെക്കൻഡ്. അപ്പൊ അല്ലാന്നെങ്ങനെ പറഞ്ഞു? അവിടെയാണ് കാര്യം. അതാ ഞാൻ പറഞ്ഞു. ഇനി പറഞ്ഞു. ഫുള്ള് കേൾക്കും. പറയട്ടെ. 100% പ്ലീസ്. ക്രിസ്തുവിന്റെ യേശു ക്രിസ്തു ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്, യേശു ക്രിസ്തു ദൈവപുത്രൻ. അവൻ ഭൂമിയില് വന്നു, മനുഷ്യപുത്രൻ ആയി വന്നു. അവൻ ലോകത്തിന്റെ പാപം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ചു, സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോയി എന്നുള്ള വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു വിശ്വാസമാണെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ വിശ്വാസം അല്ലല്ലോ. ഞാൻ ചോദിച്ച ചോദ്യം അതല്ല.
യേശു എന്ന വ്യക്തി അല്ലല്ല, ഞാൻ ചോദ്യം അതല്ലല്ലോ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു എന്ന വ്യക്തി തന്നെയല്ലേ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസ? അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നത്? എന്താ അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ടുണ്ടാവണം, മരിച്ചിട്ടുണ്ടാവണം, മൂന്നാം ദിവസം യേശുവിന്റെ അമ്മയുടെ പേര് ഇനി ഞാൻ ചോദിച്ചു. യേശുവിന്റെ അമ്മയുടെ പേര് ഖുറാനിലും ബൈബിളിലും ഒന്ന് തന്നെയല്ലേ? യേശുവിന്റെ അമ്മയുടെ പേര് ഖുറാനിലും ബൈബിളിലും ഒന്ന്, പിന്നെന്താ? അത് അങ്ങനെ വല്ലത് എഴുതി വെച്ചെന്റെ രാഹുൽ ഈശ്വർ. എന്റെ സുഹൃത്തെ, എങ്ങനെ ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയുന്നത്? യേശുവിന്റെ അമ്മയുടെ പേരൊന്ന്, കന്യകാജനനം ഒന്ന്, അന്ധന് കാഴ്ച കൊടുത്തതൊന്ന്, ജീവൻ നൽകിയതൊന്ന്, പിന്നെ വേറെ ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? പിന്നെ ആരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? അത് തന്നെയാ. നിങ്ങൾ 5 മിനിറ്റ് സംസാരിക്കാൻ എനിക്ക് തരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞോളൂ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പറയണത് ചരിത്ര പുരുഷൻ എന്നതിലുള്ള വ്യത്യാസമാണ്. അല്ല, ഒരു സെന്റ് ചരിത്ര പുരുഷൻ എന്ന രീതിയിലുള്ള വ്യത്യാസമാണ്, ദൈവശാസ്ത്രപരമല്ല. നിങ്ങൾ പറയും ഇല്ല, താങ്കൾ പറഞ്ഞാൽ മതി. ദൈവശാസ്ത്രപരമായ വ്യത്യാസമല്ല. ഒരു സെന്റ് എന്റെ ചോദ്യങ്ങളെ താങ്കൾ വെറുതെ ആവശ്യമില്ല കാർഡ് കയറിപ്പോട്ട് കാര്യമില്ല. എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. താങ്കൾ 5 മിനിറ്റ് സംസാരിച്ചോളൂ, ഞാൻ ടൈമർ വെച്ചേക്കാം. പക്ഷെ അല്ലല്ല, ഉത്തരം സ്പെസിഫിക് ആയിരിക്കണം. അല്ല, ഞാൻ ടൈമർ വെച്ചേക്കാന്നാ പറഞ്ഞത്. ദൈവശാസ്ത്രപരമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, ചരിത്രപരമായി. സുഹൃത്തെ, ഒരു സെന്റ് ആ ചോദ്യം ഒന്നുകൂടെ കേൾക്കൂ. ചരിത്രപരമായി അല്ലല്ല, ഒരു സെക്കൻഡ്. ബോധ്യപ്പെടുത്താൻ ഞാൻ റെഡിയാണ്, കേൾക്കാൻ ഞാൻ റെഡിയാണ്. ഇല്ല, കേൾക്കാൻ ഞാൻ റെഡിയാണ്. താങ്കൾ ചോദ്യം ഒന്നുകൂടെ കേൾക്കൂ. ചരിത്രപരമായി, ദൈവശാസ്ത്ര പ്രകാരമല്ല, ചരിത്രപരമായി ബൈബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന യേശു തന്നെയല്ലേ ഖുറാനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈസ? ഇതാണ് ചോദ്യം. ഉടായിപ്പ് താങ്കൾ കൈവച്ചാൽ അതല്ല ചോദിക്കുന്നത്. ബൈബിളിലും ഖുറാനിലും പറഞ്ഞിരിക്കുന്ന ചരിത്രപരമായ യേശുവും ഈസയും ഒന്നല്ലേ? പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്. ചരിത്രപരമായി യേശുവും ഈസയും ഒന്നല്ലേ? ഉടായിപ്പ് താങ്കൾ കൈവച്ചാൽ മതി. ഉത്തരം അറിഞ്ഞുകൂടെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഉത്തരം അറിഞ്ഞുകൂടെങ്കിൽ താങ്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അപ്പൊ ഉത്തരം പറഞ്ഞോളൂ. നിങ്ങൾ ഒരു രക്ഷപ്പെടലില്ല. ഇല്ല, താങ്കൾ ഉത്തരം പറയണ്ടോ? താങ്കൾ ഉത്തരം പറയണ്ട, പറഞ്ഞോളൂ. ചരിത്രപരമായി യേശുവും ഈസയും ഒന്നല്ലേ? നിങ്ങൾ എന്നോടൊരു ചോദ്യം, ഒരു സെക്കൻഡ്, നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചെന്താ? നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു. താങ്കൾ പറഞ്ഞില്ല, താങ്കൾ ഒഴുകി മാറുകയാണ്. പറഞ്ഞു ഫുള്ള് കേട്ടിട്ടേ പറയൂ. ഞാനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തെ, നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, അതിൽ ഞാൻ അല്ല എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ തരാൻ എനിക്ക് അനുവാദം അനുവാദമല്ല, എക്സ്പ്ലനേഷനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ ചോദ്യത്തിൽ നിന്ന് മാറരുത്. എന്റെ ചോദ്യം ചരിത്രത്തിലെ യേശുവും ഖുറാനിലെ ഈസയും ഒന്നല്ലേ? ചരിത്രത്തിലെ ബൈബിളിലെ എക്സ്പ്ലനേഷൻ പറയൂ കേട്ടെ. അതല്ല നിങ്ങൾ ഈ പറയൂ. ആ ഒരു മര്യാദ നിങ്ങൾ കാണിക്കും. പറഞ്ഞത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വിശ്വാസം അല്ലല്ലോ, ചരിത്രമല്ലേ ചോദിച്ചത്. ഞാൻ ചരിത്രമല്ലേ ചോദിച്ചത്, താങ്കൾ വിശ്വാസം പറയണ്ട. എന്റെ സുഹൃത്തെ, താങ്കൾക്ക് മലയാളം മനസ്സിലാവൂലേ? ബൈബിള് ചരിത്രം കൂടെയാണല്ലോ. ഒരു സെന്റ്, ബൈബിള് ചരിത്രമാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? സുഹൃത്ത്, ഞാൻ പറയാതൊക്കെ പറയട്ടെ. ശരി, പറയൂ. അവിടെ നിക്ക്. ഈ കണ്ട ഡിബേറ്റിലൊക്കെ ആൾക്കാരെ കുറെ ഇതുണ്ടാണോ? നിങ്ങൾ താങ്കൾ ഉത്തരം പറയാതെ പോവാണ്, കുഴപ്പമില്ല, ഞാൻ കേട്ടിരിക്കാം. പറഞ്ഞോളൂ. നിങ്ങൾ എന്നോട് 5 മിനിറ്റ്, നിങ്ങൾക്ക് 5 മിനിറ്റ്, നിങ്ങൾ 5 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ശരി, 1 മിനിറ്റ് ഞാൻ ഇനി മിനിറ്റില്ല, താങ്കൾ പറയും. പറഞ്ഞോളൂ. അതിനുശേഷം എനിക്ക് 1/2 മിനിറ്റ് തരണം. പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞോ. ഇല്ല, താങ്കളുടെ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് 1/2 മിനിറ്റ് മതി. താങ്കളുടെ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് 1/2 മിനിറ്റ് പറഞ്ഞോട്ടെ. പറയൂ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരം എന്നാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും കുരിശു മരണവും സ്വർഗാരോഹണവുമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരേ സ്വരാണ് അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട്
മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഖുറാനോ പറയുന്ന യേശു ക്രിസ്തു ദൈവപുത്രനല്ല, പരിശുദ്ധാത്മാവില്ല എന്നെല്ലാം, അതായത് മരിച്ച സ്വർഗത്തിലേക്ക് പോയില്ല എന്ന അവര് പറയുന്ന യേശു ക്രിസ്തു വേറെ അതായിരിക്കും. അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് അവര് അതെന്തെങ്കിലും ആയിക്കോട്ടെ. അവരിപ്പോ ഒരു സാധനം വേറൊരാൾ അതേപോലെ എഴുതി വെച്ചിട്ട് അയാളുടെ അമ്മ ഇതാന്ന് പറഞ്ഞാലും കാര്യമില്ല. അയാളുടെ ഉദ്ദേശ ലക്ഷ്യം അയാൾ എന്തോ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് ആധികാരികതയുള്ളൂ. അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ച് സാമ്യം ഉണ്ടെന്ന് എഴുതി അത് ഇന്ന ആളാണെന്നൊന്നും പറഞ്ഞ് അംഗീകരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഈ പറയുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രത്വവും യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം സ്വർഗാരോഹണം അവരെ അംഗീകരിക്കുന്നെങ്കിൽ ഇല്ല എങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ യാതൊരു ബന്ധമില്ല. യേശു ക്രിസ്തുവിന്റെ വരവ് തന്നെ ഈ കാര്യത്തിനാണ്. അങ്ങനെ ഈ സാധനം ഈ പ്രധാനപ്പെട്ട ഈ അടിസ്ഥാനമായിട്ടുള്ള ഈ കാര്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ യാതൊരു ബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരവരുടെ വിശ്വാസമായിട്ട് പൊക്കൂട്ടണ്ടേ. ഞങ്ങളെ സംബന്ധിച്ച വിഷയമല്ല. ഒരു മിനിറ്റ് ആയി, വിഷയമല്ല. അപ്പൊ തന്നെ അതിന് നിങ്ങൾ പറയണ അത് തന്നെയാണ് ഇതെന്ന് നിങ്ങൾ വാശി പിടിക്കരുത് സുഹൃത്തെ. പിന്നെ ഞങ്ങൾ അവര് തമ്മിൽ വ്യത്യാസത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇനി വ്യത്യാസം ഉണ്ടല്ലോ. ഇനി ഞാൻ തിരിച്ചു മറുപടി പറയാം. വിശ്വാസം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബോധം നിങ്ങളൊന്ന് വെറുതെ ഇരുന്ന് സാധാരണ ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യന് ചിന്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങളല്ലാണ്ട് വല്ലാണ്ട് അങ്ങോട്ട് തൊള്ള പറഞ്ഞ അങ്ങോട്ട് ഒരാളത്തിൽ വന്ന് നിങ്ങൾ വലിയ ഡിബേറ്ററാണ് അങ്ങോട്ട് തോപ്പിച്ച് കളയാമെന്നുള്ള ചിന്ത. താങ്കളുടെ ഒരു മിനിറ്റ് കഴിഞ്ഞില്ലേ? ഇനി ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ. കാര്യങ്ങളെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നില്ല. ഞാൻ ആ ചോദ്യം ഇനി ശരി ആയിക്കോട്ടെ. താങ്കൾ ഒരു മിനിറ്റ് കഴിഞ്ഞില്ലേ? എന്റെ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ചരിത്രത്തിൽ, വിശ്വാസത്തിലോ ദൈവശാസ്ത്രത്തിലോ അല്ല, ചരിത്രം, യേശു ചരിത്രപുരുഷൻ കൂടിയായിരുന്നല്ലോ, അംഗീകരിക്കുന്നോ? യേശു ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണോ അംഗീകരിക്കുന്നുണ്ടല്ലേ? അല്ല, അങ്ങനെ വിശ്വസിക്കുന്നില്ലേ? യേശു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അംഗീകരിക്കുന്നില്ലേ? അതെ. അപ്പം യെസ് എന്ന് പെട്ടെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ആ ചരിത്രത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇപ്പൊ ഉദാഹരണം, ജൂതന്മാര് യേശു എന്ന ചരിത്ര പുരുഷനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ജൂതന്മാർ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുന്നില്ല. ശരിയല്ലേ? വിവേകാനന്ദനും ഗാന്ധിജിയും യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ യേശു ക്രിസ്തു മാത്രമാണ് ദൈവത്തിന്റെ. പറയട്ടെ, ഇനി എന്റെ സമയമല്ലേ, താങ്കളൊന്ന് കേൾക്കൂ ഒരു സെക്കൻഡ്. കറക്റ്റ്. ഇത് വിശ്വാസപരമായ വ്യത്യാസമാണ് ഇല്ലേ? ജൂതന്മാർക്ക് വേറെ വിശ്വാസമാണ്, ഹിന്ദുക്കൾക്ക് വേറെ വിശ്വാസമാണ്, ക്രിസ്ത്യൻ സഭകളിൽ തന്നെ പല വിശ്വാസങ്ങളുണ്ട്. പക്ഷെ താങ്കൾ വളരെ ശരിയായി പറഞ്ഞതുപോലെ എല്ലാവരും അംഗീകരിക്കുന്ന കോറാണ് യേശു ക്രിസ്തുവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും അല്ലേ? ശരിയല്ലേ? ഇതേപോലെ മുസ്ലിങ്ങൾക്ക് വേറെ വിശ്വാസമാണ്. അവരുടെ വേറെ വിശ്വാസപ്രകാരം അവർ വിശ്വസിക്കുന്ന ധാര വേറെയാണ്. പക്ഷെ അവരുടെ പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈസാ നബി, മറിയത്തിന്റെ മേരിയുടെ മകനായ ഈസാ നബി ചരിത്ര പുരുഷനായ ഈ യേശു തന്നെയല്ലേ? അല്ല. പിന്നെ വേറെ ആരാ? പിന്നെ വേറെ അത് തന്നെയാ പറയുന്നത്. ദൈവമേ, വിശ്വാസം യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള. ഞാൻ ചരിത്രമല്ലേ പറയുന്നത് ഭായി, വിശ്വാസമല്ല. ഒരു സെക്കൻഡ്, ഞാൻ ചരിത്രമല്ലേ പറയുന്നത്. സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞല്ലോ സുഹൃത്തെ, അവരെന്ത് വിശ്വസിച്ചോ അവര് വിശ്വസിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. എന്റെ സഹോദര, ഒരു സെക്കൻഡ്, താങ്കൾ ഒരു നിമിഷം യേശുവിനെ മനസ്സിൽ ധ്യാനിച്ചിട്ടൊന്ന് കേൾക്കൂ. ഒരു സെക്കൻഡ്, യേശുവിനെ മനസ്സിൽ ധ്യാനിച്ച ഒരു നിമിഷം ഒന്ന് കേൾക്കൂ. ഞാൻ ചോദിക്കുന്ന ഹിസ്റ്ററിയാണ്, ബിലീഫ് അല്ല. ഒരു സംഭവം. എന്റെ ചോദ്യം സുഹൃത്തെ, ഒരു സെക്കൻഡ് സുഹൃത്തെ, ഞാൻ ചോദിക്കുന്നത് ഹിസ്റ്ററി, ചരിത്രം. ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കുന്നത് ചരിത്രം, ഹിസ്റ്ററിയാണ്. അതായത് യേശു ക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നു. ഒരു സെക്കൻഡ് എന്ന് സമർത്ഥിക്കാൻ എനിക്ക് ഒറ്റ പോയിന്റ് പറയൂ. ഒരുപാടൊന്നും വേണ്ട, വിശ്വാസപരമായ പോയിന്റ് അല്ല. പറ്റില്ല സുഹൃത്തെ. ഞാൻ ചോദിച്ചതേ, പരിശോധിക്കുന്ന കുറെ മണിക്കൂറുകൾ എടുക്കുന്ന സംഭവം. എന്തിനാ? യേശുവിന്റെ അമ്മയുടെ പേര് മറിയം, അല്ലെങ്കിൽ മേരി, ശരിയല്ലേ? അമ്മയുടെ പേര് മേരി, മറിയം, ദിവ്യ ഗർഭമാണ്, ശരിയല്ലേ? വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി എന്റെ സുഹൃത്തെ, ഒരു സെക്കൻഡ്, എനിക്ക് താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? റേഞ്ച് ഇല്ലേ? അതായത് ഞാൻ ചോദിക്കുന്നത് ഒരു സെക്കൻഡ്, എന്റെ പൊന്നു സഹോദര, ഒരു സെക്കൻഡ് കേൾക്കാമോ? ഞാൻ എന്റെ മനസ്സിലാക്കലിന് വേണ്ടി ചോദിക്കുകയാണ്. എന്റെ ചോദ്യം അതല്ല സുഹൃത്തെ. താങ്കൾ ഒരു നിമിഷത്തേക്കൊന്ന് കേൾക്കൂ. ഒരു നിമിഷത്തേക്ക് ഒരു സെക്കൻഡ്, നമുക്ക് ദൈവവും വിശ്വാസവും. ഒരു സെക്കൻഡ്, താങ്കൾ ഒരു സെക്കൻഡിലേക്ക് ശ്രദ്ധിക്കൂ.
ദൈവവും വിശ്വാസവും അല്ല ഞാൻ ചോദിക്കുന്നത്. ഹിസ്റ്ററി, ചരിത്രം എന്നൊരു കാര്യമാണ്. ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഗാന്ധിജിയെ കൊന്ന ആളാണ് ഗോഡ്സെ. ഗോഡ്സെക്ക് ഗാന്ധിജിയെ കുറിച്ച് വളരെ ചീത്ത കാഴ്ചപ്പാടാണ്, സാധാരണ ഇന്ത്യക്കാർക്ക് നല്ല കാഴ്ചപ്പാടാണ്. ഇത് രണ്ടും വേറെ വേറെ ആകാം, പക്ഷെ ഗാന്ധിജി എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. ഗാന്ധിജി എന്നൊരാൾ ഒരു ചരിത്ര സത്യമല്ലേ? അതേപോലെ യേശു ക്രിസ്തു ഒരു ചരിത്ര സത്യമാണ്. ആ ചരിത്ര സത്യത്തെ കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടാവും അല്ലേ? അവിടെയാണ് നിങ്ങൾക്ക് യേശുക്രിസ്തു ചരിത്ര സത്യമാണ് എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യേശുക്രിസ്തുവിനോടൊപ്പം ജീവിച്ചിരുന്ന ആളുകൾ, ശിഷ്യന്മാര്, ആ കാലത്ത് നടന്ന സംഭവ വികാസങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ചരിത്രത്തിനാണ് ആധികാരികത ഉണ്ടാവുള്ളൂ. എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ആരെങ്കിലും ഒരാൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എഴുതിയെടുത്തിട്ട് വേറൊരാൾ വ്യക്തിയായിട്ട് ഒരാളെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് അല്ല ഞാൻ പറഞ്ഞേ, ഇവർ തമ്മിൽ കാഴ്ചപ്പാട് വ്യത്യാസം കാണും, പക്ഷെ ഒരേ ആളെ കുറിച്ചല്ലേ പറയുന്നത്. എങ്ങനെയാ സുഹൃത്തെ ഞാൻ ചോദിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ വീട്ടിൽ ഏത് പത്രമാണ് വരുത്തുന്നത്? അല്ല ഒരു സെക്കൻഡ്, വീട്ടിൽ ഏത് പത്രമാണ് വരുത്തുന്നത്? ഞാൻ ഒരു പത്രം വെച്ചല്ലോ. വേണ്ട ഞാൻ ഉദാഹരണം പറയാം. ഇന്നലെ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് മനോരമയും മാതൃഭൂമിയും കേരളകൗമുദിയും ദേശാഭിമാനിയും വായിച്ച 4 കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. ഇന്നലെ നടന്ന സംഭവമാണ്, പക്ഷെ 4 കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. കാഴ്ചപ്പാട് കറക്റ്റ്. പക്ഷെ ഒരാളെ കുറിച്ചല്ലേ അത് പറയുന്നത്? അതെ, ഒരാളെ കുറിച്ചല്ലേ പറയുന്നത്. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് പക്ഷെ ഒരാളെ കുറിച്ചല്ലേ പറയുന്നത്? യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണം എന്ന് പറയുന്നത് ഇല്ല എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അത് കാഴ്ചപ്പാടല്ല. അയ്യോ, അത് അവരുടെ വിശ്വാസമല്ലേ. താങ്കളുടെ വിശ്വാസത്തെ ആര് ചോദിച്ചു? താങ്കളുടെ വിശ്വാസം പൂർണ്ണമായി ഞാൻ യോജിക്കുന്നു. 700 വർഷത്തിന് ശേഷം ഏതോ ഒരാൾ വന്നപ്പോൾ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചില്ല. എന്റെ സുഹൃത്തെ, എനിക്ക് താങ്കളുടെ കാഴ്ചപ്പാടിനോടാണ് യോജിപ്പ്. ഞാൻ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുന്ന ഞാൻ യേശുക്രിസ്തുവിനെ എന്നാ ശരി വിശ്വാസം എന്നാ ശരി വിശ്വാസം അല്ല ഒരു സെന്റ് എന്നാ താങ്കളുടെ വിശ്വാസത്തോടാണ് എനിക്ക് യോജിപ്പ്. സമ്മതിച്ചു മരിച്ചു എന്നുള്ളത് ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരാൾ വന്നിട്ട് 700 വർഷത്തിന് ശേഷം അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതല്ലേ പറഞ്ഞു. എനിക്ക് താങ്കളുടെ നിഷേധിക്കില്ലല്ലേ? അയ്യോ എനിക്ക് അല്ലല്ല ഒരു സെന്റ് എനിക്ക് താങ്കളുടെ ബോധ്യത്തോടും ചരിത്രത്തെയും സത്യത്തെയും നിഷേധിക്കുന്ന പരിപാടിയാണ് അങ്ങനെയുള്ളത് ഒരാൾ ചെയ്യുമ്പോൾ അതല്ല എന്ന് എനിക്ക് 100% ഉറപ്പായിട്ട് പറയുന്നു. അല്ല ഒരു സെക്കൻഡ്, എനിക്ക് താങ്കളുടെ വിശ്വാസത്തോടും ബോധ്യത്തോടുമാണ് യോജിപ്പ്. പക്ഷെ എന്റെ ഏക പ്രശ്നം എന്താ അറിയാമോ? താങ്കളുടെ വിശ്വാസം മനസ്സിൽ വെച്ച് കണ്ണിന്റെ മുമ്പിലുള്ള സത്യത്തെ നിഷേധിക്കുകയാണ്. താങ്കളുടെ കണ്ണിന്റെ മുമ്പിലുള്ള സത്യത്തെ നിഷേധിക്കുകയല്ലേ? അതായത് അത് തന്നെ ഞാൻ പറഞ്ഞു 700 കൊല്ലത്തിന് ശേഷം ആരൊരാൾ വന്നിട്ട് യേശുക്രിസ്തു മരിച്ചില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. സുഹൃത്തെ, അത് വിശ്വാസത്തിന്റെ ഡൊമൈൻ അല്ലേ? പക്ഷെ ഇവര് രണ്ടുപേര് സംസാരിക്കുന്ന ഒരാളെ കുറിച്ചല്ലേ? ഇവര് രണ്ടുപേര് സംസാരിക്കുന്നത് ഒരാളെ കുറിച്ചല്ലേ? അതിന്റെ മെയിൻ പാർട്ട് തന്നെ വ്യത്യാസമാണ്. ഏത് വൈരുദ്ധ്യമാണ്. ഭായ് ഒരു സെക്കൻഡ്, ഭായ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ അറിയാമോ? ഭായ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ അറിയോ? ചരിത്രം വേറെ, വിശ്വാസം വേറെ, രാഷ്ട്രീയം വേറെ. എനിക്കേ അറിയാവൂ, താങ്കൾക്കാണ് അറിയാത്തത്. യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചതെന്ന് പറഞ്ഞേ കേക്കട്ടെ. യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചത്? അല്ലല്ല, യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചതെന്നൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ഏത് വർഷം? അല്ലല്ല, യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചത്? അല്ലല്ല ഒരു സെന്റ്, താങ്കൾക്ക് ഇത്ര യേശുവിനെ കുറിച്ച് അറിയാന്നാണല്ലോ പറഞ്ഞത്. അല്ല ഒരു സെന്റ്, താങ്കൾ ഞാൻ വളരെ സിമ്പിളായി ചോദിക്കുക. യഥാർത്ഥത്തിൽ വിശ്വാസിയാണല്ലോ. അല്ലല്ല, ഈ ഉത്തരം മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചത് ഒന്ന് പറഞ്ഞു. യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചതെന്നൊന്ന് പറയാമോ? എനിക്ക് സിമ്പിളായി. താങ്കൾ ക്രിസ്ത്യാനിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. താങ്കൾ ക്രിസ്ത്യാനിയാണെന്നാണ് പറഞ്ഞത്. എന്റെ വളരെ സിമ്പിൾ ചോദ്യമാണ്. യേശുക്രിസ്തു അല്ലല്ല ഒരു സെന്റ് സുഹൃത്തെ, ഒരു സെന്റ് യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചത്? യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചത് കേക്കട്ടെ. യേശുക്രിസ്തു ഏത് വർഷമാണ്? ക്രിസ്ത്യാനിയാണെന്നാണല്ലോ അവകാശപ്പെടുന്നത്. യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചത്? യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചത് പറഞ്ഞേ. നിങ്ങൾക്കറിയോ? എനിക്കറിയാം, എനിക്ക് ഉറപ്പായിട്ട് അറിയാത്തോണ്ടാണ് ചോദിക്കുന്നത്. അല്ല ഞാനല്ലേ ചോദിച്ചത്. യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചത് പറഞ്ഞു. പറഞ്ഞോ. അത് കിട്ടോ? ഇല്ല പറഞ്ഞോ. യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചത് പറഞ്ഞു. ഇല്ല. ഏത് വർഷമാണ്? അതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം താങ്കൾക്ക് അറിയില്ല. താങ്കൾ അതിന്റെ ചരിത്രം അന്വേഷിച്ചിട്ടില്ല. അന്വേഷിച്ചില്ലെങ്കിൽ താങ്കൾ ചാടി ഉത്തരം പറയുമായിരുന്നു.
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ 2000 വർഷം മുൻപ് നടന്നിട്ടുള്ള ഒരു കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് ഒരു ദിവസം എന്ന് പറഞ്ഞ ദിവസമല്ലല്ലോ ചോദിച്ചത്, വർഷമല്ലേ ചോദിച്ചത്? അല്ലല്ല ദിവസമല്ലല്ലോ, വർഷമല്ലേ ചോദിച്ചത്? അല്ല, താങ്കൾക്കപ്പോ അറിയില്ല, അതല്ലേ സത്യം. യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചത് എന്ന് താങ്കൾക്ക് അറിയില്ല. അല്ലല്ല, ഒരു സെക്കൻഡ്, താങ്കൾക്കപ്പോ യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചതെന്ന് അറിയില്ല. ഞാനല്ല, എന്റെ ചോദ്യം വളരെ ക്ലിയർ അല്ലേ? ഇതിന് ഉത്തരം അറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. മുൻപ് നടന്ന ഒരു കാര്യം ഏത് വർഷമാണ് ജനിച്ചത്? ഇന്ന് ഫോളോ ചെയ്യുന്നത് പഴയ കലണ്ടർ പ്രകാരം പറഞ്ഞാൽ മതി. ഇല്ലല്ല, പഴയ കലണ്ടർ പ്രകാരം പറഞ്ഞാൽ മതി. ഇല്ലല്ല, പഴയ കലണ്ടർ പ്രകാരം പറഞ്ഞാൽ മതി. പഴയ കലണ്ടറോ പുതിയ കലണ്ടറോ ഏത് കലണ്ടർ പ്രകാരം പറഞ്ഞാൽ മതി. ഒരു കാലഘട്ടത്തില് ദിവസം ആരും ചോദിച്ചില്ല സുഹൃത്തെ, സുഹൃത്തെ, ദിവസം ആരും ചോദിച്ചില്ല, വർഷമാണ് ചോദിച്ചത്. അല്ലല്ല, യേശുക്രിസ്തു ഏത് വർഷമാണ് ജനിച്ചത്? ഏത് വർഷം? ദിവസം ആരും പറഞ്ഞില്ലല്ലോ. ഏത് വർഷമാണ് ജനിച്ചത്? ശരി, ഏത് കലണ്ടർ പ്രകാരം പറഞ്ഞാൽ മതി. അല്ല, താങ്കൾ ഏത് കലണ്ടർ പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു കലണ്ടർ പറയാം. ഇനി ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഉത്തരം പറയാം. 2000 വർഷം പഴക്കമുള്ള കലണ്ടറുകൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണോ? കലണ്ടർ അല്ല സുഹൃത്തെ, ഇനി ഞാൻ പറഞ്ഞുതരാം. താങ്കൾ വിശ്വാസി മാത്രമാണ്, താങ്കൾ ചരിത്രാന്വേഷകനല്ല. അതാണ് അതിന്റെ പ്രശ്നം. ഞാൻ കൃത്യമായി ഇതിനെക്കുറിച്ച് താങ്കൾക്ക് അതിന് കൃത്യമായി പറഞ്ഞുതരാം. അതായത് യേശുക്രിസ്തു യഥാർത്ഥത്തിൽ 2 പണ്ഡിത മതമാണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായമാണ്. ഒന്ന് 6 BC ആണ്, ഒന്ന് 4 BC ആണ്. ഈ BC എന്ന കണക്ക് പിന്നാണ് ബിഫോർ ക്രൈസ്റ്റ് വരുന്നത്. പക്ഷേ അങ്ങ് ശരിയായി പറഞ്ഞതുപോലെ കലണ്ടർ മാറിയത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഒന്നെങ്കിൽ 6 മുതൽ 4 വരെ BC റേഞ്ചിലാണ് യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ജനിക്കുന്നത്. ഇനി യേശുക്രിസ്തു മരിക്കുന്നത് 30 അല്ലെങ്കിൽ 33. ഒരു സെക്കൻഡ്, താങ്കൾ ഏത് സാധാരണക്കാർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ആയിക്കോട്ടെ, താങ്കൾ മനസ്സിലാക്കുക. ഇനി 30, ഇനി കോമൺ ഇറ അല്ലെങ്കിൽ AD കൃത്യമായിട്ട് ഒരു ദിവസം പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം ദിവസം ആരും ചോദിച്ചില്ല. താങ്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ദിവസം ആരും ചോദിച്ചില്ല, വർഷമേ ചോദിച്ചുള്ളൂ. ഇനി രണ്ട് താങ്കൾ അറിഞ്ഞിരിക്കാനാണ്. താങ്കൾ ഒരു സെക്കൻഡ് താങ്കൾ അറിഞ്ഞിരിക്കാനാണ്. ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് എക്സ്റ്റെൻസീവ്ലി പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. അല്ലല്ല, ഞാൻ ഇനി പറയുന്ന ഒന്ന് കേൾക്കൂ, ഒരു നിമിഷത്തേക്കൊന്ന് കേൾക്കൂ. താങ്കൾ ഒരു നിമിഷത്തേക്കൊന്ന് കേൾക്കൂ. ഇനി താങ്കൾ ഒരു നിമിഷത്തേക്കൊന്ന് കേൾക്കൂ, ഒരു നിമിഷത്തേക്ക് കേൾക്കൂ. അതായത് താങ്കൾ കേൾക്കൂ, യേശുക്രിസ്തു 6 അല്ലെങ്കിൽ 4 സാറേ ദയവായിട്ട് കേൾക്കൂ. ആയിക്കോട്ടെ, അല്ലെന്ന് ആര് പറഞ്ഞു? താങ്കൾ പറയുന്നതിനോട് ആർക്കാ എതിരഭിപ്രായമുള്ളത്? ഇനി ഞാൻ ഒന്ന് തിരിച്ചു പറഞ്ഞോട്ടെ. എഴുതി വെച്ചിട്ടുള്ള ശ്രദ്ധിക്കൂ, താങ്കൾ ഒന്ന് ശ്രദ്ധിക്കൂ. ജീവിത ലക്ഷ്യങ്ങളും താങ്കൾ പറയുന്നത് വിശ്വാസമാണ്, ഞാൻ പറയുന്നത് ചരിത്രമാണ്. കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് 600-700 കൊല്ലം മുമ്പത്തിന് ശേഷം അതേ കഥാപാത്രത്തെ തന്നെ വേറൊരാൾ വേറെ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് വിചാരിച്ചാൽ ആ കഥാപാത്രം മറുപടി ഒന്ന് പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്. ഇനി താങ്കൾ അറിയാൻ വേണ്ടി, ഞാൻ ചരിത്ര പുരുഷനായ യേശുവിനെ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. താങ്കൾ ഒരു നിമിഷം ശ്രദ്ധിക്കുക, 2026 ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. താങ്കൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കുക. ചരിത്രപരമായ സംഭവങ്ങള് ഞാനും രാഹുൽ ഈശ്വറും ഒരേപോലെ കണ്ടത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് വേറൊരാള് ആ കഥാപാത്രം അങ്ങനെ തന്നെ അങ്ങനെയുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നത് എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഒരു വരി പറഞ്ഞോട്ടെ. ഇനി നാളെ താങ്കൾക്ക് ഇതേപോലെ ഡിബേറ്റിന് പോകുമ്പോൾ തീർച്ചയായും അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 6 മുതൽ 4 BC വരെ, 6 മുതൽ 4 BC വരെയാണ് ആ കാലഘട്ടത്തിലാണ് യേശു ജനിച്ചതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 30 AD മുതൽ 33 AD വരെയുള്ള 6 മിനിറ്റ് കൊണ്ട് എന്റെ ഫോൺ കട്ടാവും. കാരണം എനിക്ക് നാട്ടിലേക്ക് 50 മിനിറ്റ് ഇതിൽ ബാലൻസ്. ശരി, അപ്പം പെട്ടെന്ന് ഞാൻ 1 മിനിറ്റും താങ്കൾ 5 മിനിറ്റും എടുത്താൽ കുഴപ്പമില്ലല്ലോ. ഞാൻ 1 മിനിറ്റ് എടുക്കും, താങ്കൾ 5 മിനിറ്റ്. ഞാൻ 1 മിനിറ്റ് എടുക്കും, താങ്കൾ 5 മിനിറ്റ് എടുത്തോളൂ. വാട്സാപ്പിൽ വിളിക്കാം. താങ്കൾ ഒരു സെക്കൻഡ് ഇത് കൂടെ കേട്ടിട്ട് ഞാനിത് ഡോക്യുമെന്റ് ചെയ്യും. ഞാൻ 1 മിനിറ്റേ എടുക്കുള്ളൂ. അതായത് താങ്കൾ പറയുന്നത് വിശ്വാസ സംബന്ധമായ കാര്യമാണ്, ഞാൻ പറയുന്നത് ചരിത്ര സംബന്ധമായ കാര്യമാണ്. താങ്കൾക്ക് ചരിത്രം ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചത് താങ്കൾ മനസ്സിലായോ? യേശുക്രിസ്തു ഏത് വർഷമാണ് ജീവിച്ചിരുന്നത് താങ്കൾ ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടോ? താങ്കൾ അങ്ങനെ ഒരു ചോദ്യം ജീവിതത്തിൽ ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടോ? ലോകത്തിലെല്ലാവർക്കും അറിയാവുന്നതല്ലേ താങ്കൾ ഞാൻ ഒരു കാര്യം ചെയ്യൂ, താങ്കൾ ദൈവവിശ്വാസിയാണല്ലോ. ഒരൊറ്റ ചോദ്യം സത്യം ഇട്ട് പറയണം. യേശുക്രിസ്തുവിനെ മനസ്സിൽ കൈവച്ച് സത്യം ഇട്ട് പറയണം.
ഇന്നേക്ക് മുമ്പ് ഒരിക്കലെങ്കിലും യേശു ക്രിസ്തു എന്നാണ് ജനിച്ചത്, ഏത് വർഷമാണ് ജനിച്ചതെന്ന ചോദ്യമെങ്കിലും താങ്കൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ? കർത്താവിനെ വെച്ചാണ് കള്ളം പറയുന്നത്. എപ്പോഴാണ്? കർത്താവിനെ വെച്ചാണ്. യേശു ക്രിസ്തുവിനെ വെച്ചാണ് കള്ളം പറയുന്നത്. ഞാൻ താങ്കളോട് പറയട്ടെ, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ടാണല്ലോ ഇതിന്റെ ഇടയിൽ കലണ്ടറുകൾ പലതും മാറി മാറുന്നതും കൃത്യമായിട്ട് ഇതിനൊരു ഡേറ്റ് ഇല്ല എന്നുള്ളതും കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ്. താങ്കൾ സ്വയം ശ്രദ്ധിച്ചോ? ഡേറ്റ് ആരും ചോദിച്ചില്ല. കാര്യം ഡേറ്റ് ഇല്ല. ഞാൻ ഇയർ ആണ് ചോദിച്ചത്. വർഷമാണ് ചോദിച്ചത്. ഞാൻ ഡേറ്റ് അല്ല, ഇയർ ആണ് ചോദിച്ചത്. AD 4-നും AD 6-നും ഇടയിൽ ഏതോ ഒരു കാര്യം പറഞ്ഞ എനിക്കങ്ങനെ വ്യക്തമായി നിങ്ങൾ എന്നോട് കൃത്യമായിട്ട് അറിയുമെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. താങ്കൾക്ക് AD 4-നും 6-നും ഇടയ്ക്കാണെന്ന് അറിയായിരുന്നോ? സുഹൃത്തെ, ദൈവത്തെ കുറിച്ചല്ലേ ഒരു കാര്യം അറിഞ്ഞുകൂടെന്ന് പറയണ്ടേ? ഈ AD 4 നമ്മൾ ദൈവത്തെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. നമുക്കൊരു ഇന്റലക്ച്വൽ ഓണസ്റ്റി വേണ്ടേ? ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം. സിമ്പിളായിട്ട് നിങ്ങളോട് പറയാം. ഇവിടെ തോമസ് ലീഹ ഇവിടെ വന്ന് ഞാൻ ഇതിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. തോമസ് ലീഹ വന്നിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് 2-4 ദിവസം മുമ്പ് വരെ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു വായനയും കൂടെ ഇത് ഞങ്ങൾ പഠിച്ചിട്ടുള്ളതാ. പണ്ടുപോലെ കാരണം നമ്മളോട് വലിയതായിട്ട് സുഹൃത്തെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരട്ടെ. അപ്പൊ ഈ 5 ഹലോ താങ്കൾ പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. പ്ലീസ് പറയൂ എന്നാണ് പറഞ്ഞത്. AD 5 ഇവിടെ ഇന്ത്യയിൽ വന്നു എന്നുള്ള ഇത് സംഭവങ്ങൾ ഒരു 3-4 ദിവസം മുമ്പ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കാര്യങ്ങള് ഒരു ഫേസ്ബുക്കിലെ ചർച്ചയിൽ ഇങ്ങനെ AD 52 ആയിക്കോട്ടെ. തോമസ് ലീഹ വന്ന വർഷം AD 52. AD 5 അല്ല. ആയിക്കോട്ടെ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മള് ഈ ചർച്ചകൾ നടക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ പറയുന്ന വർഷങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ വരും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരുന്നത് കാരണം കലണ്ടറുകൾ മാറിയിട്ടുണ്ട്. 2000 വർഷം മുമ്പ് നടന്നിട്ടുള്ള കാര്യം കൃത്യമായിട്ട് ഒരു ദിവസം ഡേറ്റ് എന്ന് പറയുന്നത് ദിവസം ആരും ചോദിച്ചില്ല, വർഷമാണ് ആ സമയത്ത് നമ്മള് ബാക്കിയുള്ളവരോട് കള്ളം പറഞ്ഞാൽ ബാക്കിയുള്ളവർ പിടിക്കില്ല. പക്ഷെ സ്വയം കള്ളം പറയരുത്. കലണ്ടറാണ് സ്വയം നമ്മൾ കള്ളം പറയരുത്. എങ്കിൽ നമുക്ക് എന്ത് കള്ളം? താങ്കളോട് ഞാൻ ഡേറ്റ് ചോദിച്ചോ? ഇയർ അല്ലേ ചോദിച്ചുള്ളൂ. അപ്പൊ താങ്കൾ മനഃപൂർവ്വം ഡേറ്റ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എനിക്ക് നിങ്ങൾ എന്ത് രക്ഷപ്പെടണോ? താങ്കൾ ചരിത്രപരമായി യേശുവിനെ അന്വേഷിച്ചിട്ടില്ല. ഞാൻ ചരിത്രത്തിൽ യേശുവിനെ അന്വേഷിച്ച വ്യക്തിയാണ്. അതാണ് നമ്മളുടെ വ്യത്യാസം. താങ്കൾ ആയിരിക്കണം വലിയ വിശ്വാസി, ഇല്ലെന്ന് പറയുന്നില്ല കേട്ടോ. താങ്കൾ പ്രാക്ടീസിങ് ക്രിസ്ത്യൻ ആണ്. കലണ്ടർ ആണെങ്കിൽ മാത്രമാണ് എനിക്ക് ഈ കാര്യം ഏതെങ്കിലും ഒരു കലണ്ടർ പ്രകാരം താങ്കൾ പറയാൻ പറഞ്ഞല്ലോ. എന്നിട്ട് പറഞ്ഞോ? ഏതെങ്കിലും ഒരു കലണ്ടർ പ്രകാരം ഒരു വർഷം പറയാൻ പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞോ? ഇല്ലല്ലോ. അത് വിട്ടോ. ശരി, പോട്ടെ. ഇനി ഇത് താങ്കൾ കട്ടാകുകയാണെങ്കിൽ ഒരു കാര്യം കൂടി താങ്കളുടെ മനസ്സിന് വിഷമം തോന്നരുത്. അല്ലല്ല, താങ്കൾക്ക് ഇപ്പൊ 1 മിനിറ്റ് കട്ടാവുന്നുള്ളതാണ്. പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിന് വിഷമം തോന്നരുത്. ഒറ്റ കാര്യമേ ഉള്ളൂ, താങ്കളാണ് എന്നേക്കാൾ വലിയ വിശ്വാസി. കാര്യം ദൈവം താങ്കളെ ക്രിസ്തു മാർഗത്തിലാണ് ജനിപ്പിച്ചത്. പക്ഷേ ചരിത്രത്തിൽ യേശുവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കറിയില്ല, ഞാൻ ജനിച്ചത് ക്രിസ്ത്യാനിയാണെന്നുള്ള മെന്റാലിറ്റിയിലാണ് പറഞ്ഞത്. എന്റെ ടോപ്പിക് എന്തായിരുന്നു? എന്റെ ടോപ്പിക്ക് ചരിത്രത്തിലെ യേശുവാണ്. ആ ചരിത്രം എന്റെ ടോപ്പിക് അതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ പറയുന്ന വിശ്വാസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ചരിത്രമാണ്. ഞാൻ പറയുന്നത് ഹിസ്റ്ററിയാണ്. ഞാൻ പറയുന്നത് അതല്ല. ഞാൻ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിനെതിരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അല്ല, അവിടെയാണ് തെറ്റുന്നത്. നിങ്ങളുടെ വിശ്വാസവും അവരുടെ മുസ്ലിങ്ങളുടെ വിശ്വാസം തമ്മിൽ വൈരുദ്ധ്യമേ ഉള്ളൂ, വൈരുദ്ധ്യമില്ല. വൈരുദ്ധ്യമാണ്. അല്ല, നിങ്ങൾക്ക് വൈരുദ്ധ്യത്തിന്റെ വാർത്ത അറിയില്ലേ? അറിയുന്നോണ്ടാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ ഏറ്റവും ആദരിക്കുന്ന ഒരു പുസ്തകമാണ് ഖുർആൻ. വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ഷൻ, വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി. വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഒരാളെ പൂർണ്ണമായി അംഗീകരിക്കുന്നു, പക്ഷേ അയാളുടെ വ്യത്യസ്ത ജീവിത സംഭവങ്ങളെ കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടാകും. അല്ലേ? അങ്ങനെയല്ലേ? പിന്നെന്താ പറയുന്നത്? വൈരുദ്ധ്യം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ പറഞ്ഞത് യേശുക്രിസ്തു ബൈബിളിന്റെ അടിസ്ഥാനം, ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവാണ് സുഹൃത്തെ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവാണ്. അടിസ്ഥാനം യേശുക്രിസ്തുവിന്റെ കുരിശുമരണമാണ്. അല്ല, യേശുക്രിസ്തുവാണ്. വിശ്വാസം മറ്റത് വ്യക്തി. അതെ, ആ വ്യക്തിയല്ലേ അതിന്റെ അടിസ്ഥാനം. ആ വ്യക്തിയല്ലേ അതിന്റെ അടിസ്ഥാനം. ആ വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തിയുടെ പ്രബോധനം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ദർശനം, ആ വ്യക്തിയുടെ മിനിസ്ട്രി, ഇതൊന്നും അല്ലേ?
ഇതൊന്നും കണക്കിലാക്കുന്നില്ലേ? യേശു ക്രിസ്തു വന്നതിന്റെ ലക്ഷ്യം എന്താ? യേശു ക്രിസ്തു വന്നതിന്റെ ലക്ഷ്യം പാപികളെ മോചിപ്പിക്കാൻ, അല്ലെങ്കിൽ ആൾക്കാരുടെ പാപം ഏറ്റെടുക്കാൻ. ആയിക്കോട്ടെ, ഇല്ലെന്ന് ആര് പറഞ്ഞു? പക്ഷെ ഞാൻ ചരിത്രത്തിലുള്ള യേശുവിനെ കുറിച്ചല്ലേ പറയുന്നത്. ഇതന്നെ പറയുന്നേ. ഈ പറയുന്ന വിശ്വാസത്തിന്റെ അഗൈൻസ്റ്റ് ആയിട്ട് വേറൊരു ഗ്രന്ഥം നിൽക്കുന്നു. ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം താങ്കളുടെ വാദം എക്സ്പോസ് ചെയ്യാം. താങ്കൾ ജൂതന്മാർക്കെതിരാണോ? താങ്കൾ ജൂതന്മാർ നിങ്ങൾക്കെതിരാണോ? ജൂതന്മാരെതിരാണോ? കറക്റ്റ്. അപ്പം താങ്കളുടെ കാഴ്ചപ്പാട് ജൂതന്മാർ നിങ്ങൾക്കെതിരാണോ? നിങ്ങളുടെ വിരുദ്ധരാണോ? അതെ, ആണല്ലോ. വിശ്വാസത്തിന് വിരുദ്ധരാണ് അവര്. അപ്പൊ ശരി, ഇനി ഹിന്ദുയിസ്റ്റിൽ യേശു ക്രിസ്തു എന്നൊരു സങ്കല്പം തന്നെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളെല്ലാം ക്രിസ്തീയ വിരുദ്ധരാണോ? ഇല്ല. അതെന്തല്ലാത്ത? കാരണം അവർക്ക് അങ്ങനെ യേശു ക്രിസ്തുവിനെ എതിർക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ബേസ് അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസത്തെ ഹിന്ദുക്കൾ എന്തിനും എതിർക്കേണ്ട ആവശ്യം? അവരായിട്ട് യാതൊരു ബന്ധം അവരങ്ങനെ. അതേപോലെ സെമിറ്റിക് റിലീജിയൻസിലെ വ്യത്യസ്ത ധാരകളല്ലേ? ഈ ധാരകൾ പരസ്പര യോജിപ്പിന്റെ മാതൃകകൾ കണ്ടുപിടിക്കണ്ടേ? ഖുറാനിൽ ഒരു സ്ഥലത്തെങ്കിലും യേശുവിനെ കുറിച്ച് മോശമായ പരാമർശങ്ങളുണ്ടോ? ഏറ്റവും ഉന്നതമായ പരാമർശങ്ങളല്ലേ ഉള്ളത്. ഇനി പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എനിക്ക് താങ്കളുടെ ആറ്റിറ്റ്യൂഡ് അറിയാനാണ്. എനിക്ക് താങ്കളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് അറിയാനാണ്. താങ്കളുടെ ഒരു സെക്കൻഡ് താങ്കളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് അറിയാനാണ്. പരിശുദ്ധ ഖുറാനിൽ യേശു ക്രിസ്തുവിനെ ഏറ്റവും ഉന്നതമായിട്ടാണ് പരാമർശിച്ചിരിക്കുന്നത്. യേശുവിന്റെ അമ്മ മറിയം അല്ലെങ്കിൽ മേരിയുടെ പേരിൽ മാത്രമാണ് ഖുറാനിൽ ഒരു ചാപ്റ്റർ ഉള്ളത്. വേറൊരു സ്ത്രീയെ കുറിച്ച് പോലും പരാമർശമില്ല. ഖുറാനിൽ ഏറ്റവും പോസിറ്റീവായിട്ടാണ് യേശു ക്രിസ്തുവിനെ പരാമർശം. യോജിക്കുന്നുണ്ടോ? അത് യോജിക്കുന്നുണ്ടോ? നിർത്തും. ഞാൻ ഒരു കാര്യം പറയട്ടെ. അത് യോജിക്കുന്നുണ്ടോ? എന്ത്? ഖുറാനിൽ ഏറ്റവും പോസിറ്റീവായിട്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് താങ്കൾ യോജിക്കുന്നുണ്ടോ? അത് അവരുടെ കാഴ്ചപ്പാട്. ആയിക്കോട്ടെ, അത് ഞാൻ ചോദിച്ച താങ്കളുടെ കാഴ്ചപ്പാടാണ്. താങ്കളുടെ കാഴ്ചപ്പാടിൽ മുസ്ലിങ്ങൾ യേശു ക്രിസ്തുവിനെയും അമ്മ മറിയത്തെയും ഏറ്റവും ആദരിക്കുന്നു എന്ന്. ആയിക്കോട്ടെ, എനിക്ക് താങ്കളുടെ അഭിപ്രായം എന്ന് അറിഞ്ഞാൽ മതി. അല്ല, എനിക്ക് താങ്കളുടെ കാഴ്ചപ്പാടെന്ന് അറിഞ്ഞാൽ മതി. അല്ലല്ല, ഒരു സെക്കൻഡ്, എനിക്ക് താങ്കളുടെ കാഴ്ചപ്പാട് അറിഞ്ഞാൽ മതി. മുസ്ലിങ്ങൾ യേശുവിനെ ഏറ്റവും ആദരവോടെയാണ് കാണുന്നതെന്ന് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, താങ്കൾ ഇതിന് ഉത്തരം യെസ് ഓർ നോ പറയൂ. ഒരു യെസ് ഓർ നോ പറയൂ. മുസ്ലിങ്ങൾ ഏറ്റവും ആദരവോടെയാണ് യേശു ക്രിസ്തുവിനെ. അല്ലല്ല, ഒരു ആയിക്കോട്ടെ, താങ്കൾ മാറ്റർ ഉണ്ടാ. ഞാൻ ചോദിച്ചത് അല്ലല്ല, ഒരു സെക്കൻഡ്, താങ്കൾക്ക് മുസ്ലിം വിരോധം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ്. മുസ്ലിങ്ങൾ ഏറ്റവും ആദരവോടെയാണ്. അല്ലല്ല, ഒരു സെക്കൻഡ്, മുസ്ലിങ്ങൾ ഏറ്റവും ആദരവോടെയാണ് യേശു ക്രിസ്തുവിനെ കാണുന്നതെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? യെസ് ഓർ നോ? ഞാൻ പറഞ്ഞുതരാം. അതിനുള്ളൊരു മറുപടി ഞാൻ പറയട്ടെ. പ്ലീസ്. യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവും ദൈവപുത്രൻ എന്നുള്ള കുരിശിൽ മരിച്ചതും ഞാൻ അങ്ങോട്ട് പറയട്ടെ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ദൈവപുത്രനായിട്ടുള്ള വരവും ലോകത്തിന്റെ പാപം ഏറ്റെടുത്ത് യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ എതിർക്കുന്ന എല്ലാ സംഗതികളും ഞങ്ങളുടെ വിശ്വാസപ്രകാരം വേറെ ആരുടേതല്ല വേണം, അത് എതിർ ക്രിസ്തു ആന്റി സാത്താനികമായ വിശ്വാസമാണെന്നാണ് ഞങ്ങൾ. ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾ ഹിന്ദുക്കളെല്ലാം സാത്താനികമാണോ? ജൂതന്മാരെല്ലാം സാത്താനികമാണോ? എന്താ ജൂതന്മാർക്ക് ജൂതന്മാർക്ക് എന്ത് മോശമായിട്ട്? അല്ലല്ല, എന്റെ ചോദ്യമേ, ജൂതന്മാർക്ക് എന്തായാലും യേശു ക്രിസ്തുവിനെ അല്ലല്ല, താങ്കളുടെ വിശ്വാസപ്രകാരം ജൂതൻ സാത്താനികമാണോ? അത് പറഞ്ഞാൽ മതി. താങ്കളുടെ വിശ്വാസപ്രകാരം താങ്കളുടെ വിശ്വാസപ്രകാരം ജൂതന്മാർ സാത്താനികമാണോ? എന്റെ ചോദ്യം, താങ്കളുടെ വിശ്വാസപ്രകാരം ജൂത വിശ്വാസം സാത്താനികമാണോ? ആ പഠിപ്പിക്കലിനെതിരെ പറയുന്നുണ്ടെങ്കിൽ അത് സാത്താനികമായിട്ടുള്ള. ഞാൻ ചോദിച്ചത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരി, ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ജൂതം സാത്താനികമാണ്. അങ്ങനെ അല്ലല്ലോ പറഞ്ഞു. അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ള സാത്താനിക എന്നല്ല പറയുന്നത്. എന്താ താങ്കളുടെ വിശ്വാസം? ഒരു സെക്കൻഡ് ശ്രദ്ധിക്കണേ. ഒരു സെക്കൻഡ് അതായത് യേശുവിനെ ഏറ്റവും വലിയ ദൈവദൂതനെ അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ സാത്താനികമാണ്, പക്ഷെ യേശുവിനെ അധിക്ഷേപിക്കുന്ന ജൂതന്മാർ സാത്താനികമല്ല, അല്ലേ? അത് കൊള്ളാലോ.
അല്ല യേശുവിനെ ദൈവദൂതനായി അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ അല്ലല്ല, എന്റെ ചോദ്യം, യേശുവിനെ ദൈവദൂതനായി അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ അല്ലല്ല, എന്റെ ചോദ്യം അല്ലല്ല, ബൈ എന്റെ ചോദ്യമല്ലേ, ഒന്ന് കേൾക്കൂ ഒരു സെക്കൻഡ്. ഇത് ശരിയാണോ? ഇതൊന്ന് പറഞ്ഞാൽ മതി. എന്റെ ചോദ്യം, ജൂത വിശ്വാസം സാത്താനികമാണോ? അല്ല സുഹൃത്തെ. അപ്പൊ യേശുക്രിസ്തുവിന് അവര് ഈ പറയുന്ന കാര്യങ്ങൾ, യേശുക്രിസ്തു ദൈവപുത്രനല്ല, പരിശുദ്ധാത്മാവില്ല, മരിച്ചു സ്വർഗത്തിൽ ഇതില്ല എന്നുള്ള അവര് അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്തിനാ അവർ അംഗീകരിക്കേണ്ട ആവശ്യം? ഞാൻ ചോദിച്ചത് ജൂതവിശ്വാസം എനിക്ക് ജൂതവിശ്വാസം സാത്താനികമാണ് അഭിപ്രായമൊന്നുമില്ല, ഞാൻ ഇസ്രായേലിൽ പോയതാണ്. ഞാൻ ചോദിച്ചത് ജൂതവിശ്വാസം സാത്താനികമാണോ? ഞങ്ങളുടെ സുഹൃത്തെ, അത് ഞങ്ങളുടെ ഇന്റേണൽ കാര്യല്ലേ. ആയിക്കോട്ടെ, എന്റെ ചോദ്യം ജൂതവിശ്വാസം സാത്താനികമാണെങ്കിൽ അങ്ങ് പറഞ്ഞൂടെ? അങ്ങ് പറഞ്ഞൂടെ? തെറ്റാണോ അല്ലെങ്കിൽ അതൊന്നും പറയണ്ട. എന്റെ ചോദ്യം, താങ്കൾ നേരത്തെ പറഞ്ഞു, അല്ലല്ല ഒരു സെക്കൻഡ്, താങ്കൾ നേരത്തെ പറഞ്ഞു യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത, യേശുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കാത്ത സാത്താനികമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച അല്ലല്ല ഒരു സെക്കൻഡ്, എന്റെ ചോദ്യം അല്ലല്ല, ഞാൻ ചോദിച്ച ചോദ്യം താങ്കളൊന്ന് ഉത്തരം പറഞ്ഞാൽ മതി. അല്ലല്ല ഒരു സെക്കൻഡ്, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ ചോദ്യം കഴിഞ്ഞിട്ട് താങ്കൾ എന്നോട് ചോദിച്ചോളൂ. ഇല്ലല്ല, ഈ ചോദ്യം കഴിഞ്ഞിട്ട് താങ്കൾ എന്നോട് ചോദിച്ചോളൂ. ഒറ്റ ചോദ്യമേ ഉള്ളൂ. യേശുവിനെ ദൈവദൂതനായി അംഗീകരിക്കുകയും ഏറ്റവും ഉന്നതമായി കാണുകയും ചെയ്യുന്ന ഇസ്ലാമിക വിശ്വാസം, അവരുടെ വിശ്വാസമല്ലേ ഇസ്ലാമിക വിശ്വാസം, അങ്ങനെയാണല്ലോ, ദൈവദൂതനാണല്ലോ കാണുന്നത്. ആ ഇസ്ലാമിക വിശ്വാസം സാത്താനികവും, പക്ഷേ യേശുക്രിസ്തുവിനെ അധിക്ഷേപിക്കുന്ന യേശുക്രിസ്തുവിനെ അധിക്ഷേപിക്കുന്ന ജൂതമതം പക്ഷെ ഓക്കെയുമാണല്ലേ? യേശുക്രിസ്തുവിനെ ജൂതമതം അധിക്ഷേപിച്ചു നിങ്ങളോട് ആരോ പറഞ്ഞു? വന്നിട്ടില്ല എന്നേ പറയുന്നുള്ളൂ. അല്ല, അവര് യേശു അല്ല മിശിഹ എന്നാ പറയണേ. അവര് മശിഹായെ കാത്തിരിക്കുന്ന ആളുകളാണോ? അവര് യേശു മിശിഹ അല്ല എന്നാ പറയണേ. താങ്കൾ ഇസ്രായേലിൽ പോയിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ നേരിട്ട് പോയി കുറച്ച് റാബിമാരോട് സംസാരിച്ചിട്ടുണ്ട്. അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ നാട്ടിൽ കലാപം ഉണ്ടാവും, അതുകൊണ്ട് പറയുന്നില്ല. രക്ഷകൻ വരും എന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ അവര്? അതുകൊണ്ട് ആ രക്ഷകൻ യേശുക്രിസ്തു അല്ലെന്നല്ലേ ജൂതന്മാർ പറയുന്നത്? നമ്മളെല്ലാം വിശ്വസിക്കുന്നത്, ഞാനടക്കം വിശ്വസിക്കുന്നത് ആ രക്ഷകൻ യേശുക്രിസ്തു ആണെന്നാണ്. ജൂതന്മാർ മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അവരുടെ ഇടയിൽ ജനിച്ച ലോകാരാധനയായ ദൈവപുത്രനെ അവർ തിരിച്ചറിയുന്നില്ല എന്നാണ്. അല്ല, ഈ പറയുന്ന രക്ഷകൻ എന്നുള്ള വിശ്വാസം മുസ്ലിങ്ങൾക്കുണ്ടോ? യേശുക്രിസ്തുവാണ് രക്ഷകൻ എന്നുള്ള അവര് ദൈവദൂതനായിട്ട് കാണുന്നില്ലേ? ജൂതന്മാർ അങ്ങനെങ്കിലും കാണുന്നുണ്ടോ? താങ്കൾക്ക് പക്ഷെ ജൂതന്മാരോട് പ്രശ്നമില്ല, മുസ്ലിങ്ങളോട് മാത്രമേ പ്രശ്നമുള്ളൂ അല്ലേ? അല്ലല്ല ഒരു സെക്കൻഡ്, മുസ്ലിങ്ങൾ ദൈവദൂതനായിട്ട് കാണുന്നു, ജൂതന്മാര് അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത്. ഇനിയും ജൂതന്മാർ എന്താ ചെയ്യുന്നത് നോക്കിയാൽ, ജൂസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ക്രിസ്ത്യൻ അടിച്ചു നോക്കിയാൽ, അല്ല ജൂതന്മാർ എങ്ങനെയാണ് യേശുവിനെ കാണുന്നതെന്നും ക്രിസ്ത്യാനികളെ കാണുന്നതെന്നും അറിയാം. നിങ്ങൾക്ക് വെറുതെ യൂട്യൂബിൽ പോയിട്ട് അല്ലല്ലോ, ഇതൊന്ന് കേൾക്കണം, ഇതൊന്ന് അറിഞ്ഞിരിക്കാനാ. വെറുതെ താങ്കൾ യൂട്യൂബിൽ പോയിട്ട് ക്രിസ്ത്യാനികളോട്, തീവ്ര ജൂതവാദികൾക്ക്, എല്ലാവർക്കും അല്ല കേട്ടോ, തീവ്ര സയനിസ്റ്റുകൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കാണണമെങ്കിൽ വെറുതെ പോയി അടിച്ചാൽ, എനിക്ക് വെളിയിൽ പറയാൻ മടിയുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത്ര മോശമായ കാര്യങ്ങളാണ്. പക്ഷെ ജൂതന്മാർ താങ്കൾക്ക് ഓക്കെയാണ്, മുസ്ലിങ്ങൾ അപ്പോഴും താങ്കൾക്ക് എതിരാണല്ലേ? അതുകൊണ്ടാണ് താങ്കളുടെ മനസ്സിലെ മുസ്ലിം വിരോധം. സിറിയയിലും അല്ല നൈജീരിയയിലും സിറിയയിലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിലും ഒക്കെ ഭയങ്കര സ്നേഹമാണ് ക്രിസ്ത്യാനികളോട്. എന്ത് പറ്റിയെന്നാ പറയണേ? പാകിസ്ഥാനിലെ അല്ലല്ല ഒരു സെക്കൻഡ്, നൈജീരിയയിൽ എന്ത് പറ്റി കേൾക്കട്ടെ. നൈജീരിയയിൽ എന്താ പറ്റി? അല്ലല്ല, നിങ്ങൾ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പെട്ടു പോകരുത്. നമ്മുടെ അടിസ്ഥാനപരമായ സുഹൃത്തെ, മാർപ്പാപ്പ, താങ്കൾ കത്തോലിക്കനാണോ എന്ന് എനിക്കറിയില്ല, മാർപ്പാപ്പയെങ്കിലും പിന്തുടരണം. താങ്കൾ ഏത് ഡിനോമിനേഷൻ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് റെസ്പോൺസിബിൾ ആയ ക്രിസ്ത്യൻ നേതാക്കളുണ്ട്. മാർപ്പാപ്പ അടക്കമുള്ളവർ ഇന്നലെ കൂടെ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം വേണം എന്ന് പറഞ്ഞു, ഇന്നലെ മിനിഞ്ഞാന്നും കൂടെ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം വേണം എന്ന് പറഞ്ഞിട്ട് താങ്കളുടെ ഉള്ളിലെ മുസ്ലിം വിരോധമാണ് ഇത് പറയിക്കുന്നത്. അതുകൊണ്ടാണ് താങ്കൾ മനഃപൂർവ്വം, ആരും മുസ്ലിം വിരോധം ഉണ്ടെന്ന് നേരിട്ട് പറയില്ലല്ലോ, വളഞ്ഞ വഴിയിലൂടെ അല്ലേ പറയുന്നുള്ളൂ. നിങ്ങളെ പോലുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെന്താ സുഹൃത്തെ, സുഹൃത്തെ ആദ്യം ഞങ്ങളെന്താ, ഞങ്ങളുടെ ഇടയിലെ തീവ്ര ഹിന്ദുത്വവാദികളല്ല ഹിന്ദുക്കൾ, അല്ലല്ല ഒരു സെക്കൻഡ്, ഞങ്ങളുടെ ഇടയിലെ തീവ്ര ഹിന്ദുത്വവാദികളല്ല ഹിന്ദുക്കൾ. അതേപോലെ ക്രിസ്തംഗികൾ ക്രിസ്ത്യാനികളുടെ മേൽക്ക് ഏറ്റെടുക്കണ്ട, ക്രിസ്തംഗികൾ ക്രിസ്ത്യാനികളുടെ നേരെ ഏറ്റെടുക്കണ്ട. 95% ഹിന്ദു ഫ്രണ്ട്സുകളുള്ള മനുഷ്യനാണ് ഞാൻ. അല്ലെന്നാര് പറഞ്ഞു? നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. താങ്കൾ അവരിലെ തീവ്ര ഹിന്ദുത്വവാദികൾ ഹിന്ദുക്കളെ റെപ്രസെന്റ് ചെയ്യാത്തതുപോലെ ക്രിസ്തംഗികൾ ക്രിസ്ത്യാനികളെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ശരി, താങ്കൾക്ക് ക്രിസ്തംഗികളെ കുറിച്ച് എന്താ അഭിപ്രായം? വെറുതെ താങ്കളുടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നൈജീരിയൻ സിറിയ ഒക്കെ പറഞ്ഞുകൊണ്ടാ ക്രിസ്തംഗികളെ കുറിച്ച് എന്താ അഭിപ്രായം? താങ്കൾക്ക് ക്രിസ്തംഗികളെ കുറിച്ച് എന്താ അഭിപ്രായം?
സുഹൃത്ത് ഞാൻ എന്റെ കാര്യം പറയാൻ സമ്മതിക്കും. എടുത്തു കഴിഞ്ഞാൽ എന്റെ 10 ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 പേരും ഹിന്ദുക്കളാണ്. വളരെ സന്തോഷം, നല്ലതാണ്. ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മുസ്ലിം വിരോധം ഇല്ലാതെ മതി. RSS ഒരാളും എന്റെ മതത്തെ കുറിച്ചോ ഒരു കാര്യം എന്നോട് ചോദിക്കുകയോ എന്റെ മതത്തെ ഒരു കാര്യം ഒരു പറയാനോ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭാഷണമേ വരാറില്ല. എന്റെ അഭിപ്രായത്തിൽ 99% എനിക്ക് BJPയിലുള്ള ഹിന്ദുക്കൾ വരെ ആയാലും RSSലുള്ള ഹിന്ദുക്കൾ വരെ ആയാലും വളരെ നല്ല മനുഷ്യരാണെന്നുള്ള അഭിപ്രായം. സന്തോഷം. ഒരു ഹിന്ദുവായ രീതിയിൽ കേട്ട എനിക്ക് സന്തോഷം. എന്നാ മുസ്ലിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം? മുസ്ലിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചു പോകുന്നത്. അതല്ലല്ലോ ഞാൻ ചോദിച്ച ഉദ്ദേശം താങ്കൾക്ക് മനസ്സിലായല്ലോ. മുസ്ലിങ്ങളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചു പോയിക്കൊണ്ട് കുഴപ്പമില്ല. ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആര് ചോദ്യം ചെയ്യുന്നു ഭായി? ഞങ്ങൾ ചോദ്യം ചെയ്യാതെ ആര് ചോദ്യം ചെയ്യുന്നു? അവർ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ യേശുവിനെ ദൈവദൂതനായി കാണുന്നു, നിങ്ങൾ ദൈവപുത്രനായി കാണുന്നു. വേറെ എന്താ വ്യത്യാസം? ഈ കാഴ്ചപ്പാടില് ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. എന്റെ പൊന്നു, ഞാൻ ഒരു കാര്യം, നമ്മൾ രണ്ടും യേശുവിനെ ആദരിക്കുന്ന ആൾക്കാരാണല്ലോ. അല്ലല്ലോ ഹുസൈൻ, നമ്മൾ രണ്ടും യേശുവിനെ ആദരിക്കുന്ന ആൾക്കാരാണല്ലോ. ഇസ്ലാം വിശ്വാസപ്രകാരം അവർ എത്ര അല്ലല്ലോ ഹുസൈൻ, എത്ര മഹത്തര അല്ല അതെ ഞാൻ പറഞ്ഞത് കോമൺലി ഞാൻ ആദരിക്കുന്നു, താങ്കൾ ആരാധിക്കുന്നു. എത്ര മഹത്തരമായിട്ടാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ യേശുവിനെ കാണുന്നത്, അമ്മ മറിയത്തെ കാണുന്നത്. എന്തിനാണ് ആ മുസ്ലിം വിരോധം? കണ്ടോട്ടെ സുഹൃത്തേ, അത് കണ്ടോട്ടെ, അത് നമ്മളെ സംബന്ധിച്ച് വിഷയമില്ല. ശരി, അപ്പൊ അത് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു വീഡിയോ അല്ലേ ഞാൻ ഇട്ടത്? അതായത് യേശുക്രിസ്തുവിനെ വിവേകാനന്ദൻ പറഞ്ഞ കാഴ്ചപ്പാട്, ഗാന്ധിജി പറഞ്ഞ കാഴ്ചപ്പാട്, ഖുറാൻ പറഞ്ഞ കാഴ്ചപ്പാട് വിട്ടോളൂ. അതെന്താ? അതൊക്കെ വേറെ. സ്വാമി വിവേകാനന്ദനും യേശുക്രിസ്തുവിനെ ദൈവപുത്രനായിട്ടല്ല, അതെ ക്രിസ്തീയ വിശ്വാസപ്രകാരമല്ല. അതെ അതല്ല ഞാൻ പറയുന്നത്, അവരവരുടെ ഇഷ്ടം അനുസരിച്ച് നടന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ലാന്ന്. ഞാൻ പറയുന്നത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ, നിങ്ങളുടെ വിശ്വാസത്തെ ആര് ചോദ്യം ചെയ്യൂ? നിങ്ങളുടെ വിശ്വാസത്തിന് എതിരാരായി? അല്ല ആരാണ് എതിരായത്? ഞങ്ങളുടെ വിശ്വാസം തെറ്റാണെന്ന് പറയുന്ന നിങ്ങളുടെ വിശ്വാസമാണ് ഖുർആൻ. അല്ല, നിങ്ങളുടെ വിശ്വാസം തെറ്റാന്ന് പറയുന്ന ഒരേ ഒരു വിഭാഗം തീവ്ര സയനിസ്റ്റുകൾ മാത്രമാണ്. അല്ല, നിങ്ങളുടെ വിശ്വാസം തെറ്റാന്ന് പറയുന്ന ഏക വിഭാഗം തീവ്ര സയനിസ്റ്റ് അല്ലല്ല, നിങ്ങളുടെ വിശ്വാസം തെറ്റാന്ന് പറയുന്ന ഏക വിഭാഗം തീവ്ര സയനിസ്റ്റുകളാണ്. അവരാണ് യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തത്. ബാക്കി എല്ലാവരും യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ നാളെ ഞാൻ ഇതിനുള്ള വ്യക്തമായി നിങ്ങൾക്ക് വാട്സാപ്പിൽ നാളെ എന്നെ വിളിക്കാൻ പറ്റും. കാരണം ഞാനൊരു ഡോക്യുമെന്റ് ചെയ്യാൻ നമ്മളെ ചർച്ച തുടരാം. പക്ഷെ എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, താങ്കൾ എപ്പോഴെങ്കിലും ഇരിക്കുമ്പോൾ യേശുവിനെ ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണം. അല്ലല്ല ഒരു കാര്യം തിരിച്ചറിയണം. താങ്കളുടെ മനസ്സിലെ മുസ്ലിം വിരോധവും ഇസ്ലാമോഫോബിയയുമാണ് താങ്കളെ കൊണ്ട് ഇത് സംസാരിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്ന ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരോധവുമാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതക്കാര് വന്ന് നമ്മൾ ദൈവമായിട്ട് വിശ്വസിക്കുന്ന ആളെ പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതിന് നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ വിശ്വാസമേ നിങ്ങളുടെ പറച്ചിൽ കഴിഞ്ഞാ ശരി പറഞ്ഞോളൂ, ഇനി താങ്കൾ പറയും. ഓക്കെ, ഞാൻ ദൈവമായി വിശ്വസിക്കുന്ന ആളെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിലെടുത്ത് വന്നിട്ട് അതായത് ദൈവമല്ല, നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും നിങ്ങളുടെ ഗ്രന്ഥം ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കണം. നിങ്ങളുടെ ഗ്രന്ഥം ശരിയല്ലെന്നോ? ബൈബിള് ശരിയല്ലെന്ന് ഏതെങ്കിലും മുസ്ലിം പറയുന്നത് കേട്ടിട്ടുണ്ടോ? 100 കണക്കിന് കേട്ടിട്ടുണ്ട്. എന്നാ അവർക്ക് ഖുറാനെ കുറിച്ച് പരിചയമില്ല. എന്നാൽ താങ്കൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്നാൽ താങ്കൾ അയച്ചോളൂ, എന്നാൽ ആ പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വിവരമില്ല. അയ്യോ, താങ്കളോട് യോജിക്കുകയല്ലേ ഞാൻ? അല്ലല്ല ഒരു സെക്കൻഡ് ഞാൻ താങ്കളോട് യോജിക്കുകയല്ലേ? അങ്ങനെ പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വിവരമില്ല. കാര്യം പരിശുദ്ധ ഖുറാൻ പ്രകാരം വിശ്വസിക്കേണ്ട മഹാനായ ദൈവദൂതനാണ് യേശുക്രിസ്തു. ആരെങ്കിലും യേശുക്രിസ്തുവിനെ താങ്കൾ എപ്പോഴെങ്കിലും വെറുതെ കേഴ്സറി ആയിട്ടെങ്കിലും ഖുറാൻ വായിച്ചിട്ടുണ്ടോ? താങ്കൾ എപ്പോഴെങ്കിലും ഖുറാൻ വായിച്ചിട്ടുണ്ടോ? 2003 മുതൽ എന്റെ കയ്യിലുണ്ട്. ആ ഖുറാനിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പോസിറ്റീവ് അല്ലാത്ത എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? 11 തവണ അൽ മസീഹ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ആയിട്ട് അത് ദൈവപുത്രനല്ല, ഞങ്ങളുടെ നുണ പറയുന്നവരാണ് എന്ന് ഖുറാനിൽ എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ നുണ പറയുന്നവരാണെന്ന് എഴുതിയിട്ടുണ്ടോ? ഏത് വേഴ്സാണ് പറയും കേട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് അയച്ചു തന്നാൽ മതി. അല്ലെങ്കിൽ ഖുറാനിൽ ക്രിസ്ത്യാനികൾ നുണ പറയുന്നവരാണെന്ന് എഴുതിയിട്ടുണ്ടോ?
അല്ല ഒന്നുകൂടെ പറഞ്ഞു, എനിക്ക് കേട്ടില്ല കട്ടായി. ഞങ്ങളുടെ ഗ്രന്ഥം തിരുത്തിയില്ലാന്ന് എഴുതിയിട്ടുണ്ട്. ഖുറാനിൽ ബൈബിൾ തിരുത്തണമെന്ന് എഴുതിയിട്ടുണ്ടോ? താങ്കൾ ഏത് ഖുറാനാണ് അത് വായിച്ചത്? യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും കുരിശു മരണത്തെയും എതിർത്തിട്ടുണ്ട്. എന്റെ സുഹൃത്തെ, മറ്റൊരു വിശ്വാസധാര പ്രകാരമല്ലേ, അല്ലാതെ ബൈബിള് തെറ്റാണെന്നോ തിരുത്തണമെന്നോ അല്ലല്ലോ. അല്ല പിന്നെ നിങ്ങൾ വീണ്ടും ശരി, ആ വേഴ്സ് ഒന്ന് പറയൂ. ഞാൻ ഹോൾഡ് ചെയ്യാം, ആ വേഴ്സ് ഒന്ന് പറയാം. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന പുറത്താണ്. ഓക്കെ ശരി, നാളെ ഇതൊന്ന് എടുത്തിട്ട് വിളിക്കൂ. നാളെ ബൈബിളിൽ ഏതെങ്കിലും ഒരു വരി തെറ്റാണെന്ന് ഖുറാനിൽ എവിടെങ്കിലും മെൻഷൻ ചെയ്ത് എനിക്കൊന്ന് വേഴ്സ് അയച്ചു തരൂ. നമ്പർ താങ്കളുടെ ഖുറാനുണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ നോക്കിയാൽ മതി. എനിക്ക് ആ വേഴ്സ് ഒന്ന് അയച്ചു തരൂ. ബൈബിൾ തിരുത്തുക എന്നുള്ളതുണ്ട്. ബൈബിൾ തിരുത്തുക എന്ന് എവിടെ ഖുറാനിൽ എഴുതിയിരിക്കുന്ന ആ വേഴ്സ് എനിക്ക് നാളെ ഒന്ന് അയച്ചു തരൂ. ആയിക്കോട്ടെ ശരി, നാളെ അപ്പൊ എന്നെ വാട്സാപ്പിൽ വിളിച്ചാൽ മതി. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് നിഷേധിക്കുന്നു. എന്റെ ചോദ്യം ബൈബിൾ തിരുത്തുക എന്ന് ഖുറാനിൽ എവിടെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ താങ്കളോട് പരസ്യമായി മാപ്പ് പറഞ്ഞ് ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബൈബിൾ തിരുത്തണമെന്ന് ഖുറാനിൽ എവിടെങ്കിലും ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും ഒരു സ്ഥലത്ത് ബൈബിൾ തെറ്റാണെന്നോ ബൈബിൾ തിരുത്തണമെന്നോ ഖുറാനിൽ എവിടെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ താങ്കൾ എന്നോട് പറയുക. തിരുത്തണമെന്നല്ല, പിന്നെ തിരുത്തണമെന്നല്ല, തിരുത്തിയതാണെന്ന്. ബൈബിൾ തിരുത്തിയതാ സുഹൃത്തെ, അവരുടെ മറ്റൊരു വിശ്വാസധാരയല്ലേ, അവരുടെ മറ്റൊരു വിശ്വാസധാരയല്ലേ. പക്ഷെ രണ്ടുപേരും പറയുന്നത് ഒരു ചരിത്ര സത്യത്തെ കുറിച്ചല്ലേ അവർ പറയുന്നത്. ബൈബിളിൽ കൈകടത്തലുകൾ ഉണ്ടെന്നുള്ളതിനുണ്ട് സുഹൃത്തെ. അതെ, അവർ പറയുന്ന മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ ആ കാഴ്ചപ്പാടും കൂടെ പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇവരത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളാരെ അവരുടെ നിൽക്കിട്ട് കയറാൻ ഒരു കാര്യത്തിനൊന്നും നമ്മൾ പോകണില്ലേ. അതാണ് സുഹൃത്തെ, നമ്മളെ സമാനതകളും യോജിപ്പുകളും കണ്ടുപിടിക്കുകയല്ലേ വേണ്ടത്. നമ്മൾ ചോദിച്ചോട്ടെ, നമ്മൾ യോജിപ്പിന്റെ മേഖല കണ്ടുപിടിക്കുകയല്ലേ വേണ്ടത്. നമ്മൾ യോജിപ്പിന്റെ മേഖലകൾ കണ്ടുപിടിക്കുകയല്ലേ വേണ്ടത്. പരിശുദ്ധാത്മാവിനെയും ഇതായിട്ട് വെല്ലുവിളിച്ച് അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവരാരും വെല്ലുവിളിക്കുകയും മറ്റും ചെയ്യുന്നില്ല. ഇതിനോട് ബഹുമാനിക്കുന്ന മറ്റൊരു ചിന്താധാരയാണ് ഇസ്ലാം. ഇതിനോട് ബഹുമാനിക്കുന്ന മറ്റൊരു ചിന്താധാരയാണ് ക്രിസ്ത്യാനിറ്റി. ഇതിന് രണ്ടും ഒരുപാട് സമാനതകൾ ഉണ്ടെന്നെങ്കിലും അംഗീകരിക്കൂ. കുരിശുമരണമോ അംഗീകരിക്കുന്നുണ്ടോ? എന്റെ സുഹൃത്തെ, ആയിക്കോട്ടെ, പക്ഷെ അവർ യേശുവിനെ അംഗീകരിക്കുന്നില്ലേ? യേശുവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങളിൽ വ്യത്യസ്ത കാഴ്ചപ്പാട് കാണാം. പക്ഷെ യേശുവിനെ അംഗീകരിക്കുകയല്ലേ? യേശുവിനെ എത്ര തവണ മെൻഷൻ ചെയ്യണമെന്ന് അറിയാമോ താങ്കൾക്ക് എത്ര തവണ മെൻഷൻ ചെയ്യണമെന്ന് അറിയാമോ യേശുവിനെ? താങ്കൾക്ക് എത്ര തവണ മെൻഷൻ ചെയ്യണമെന്ന് അറിയാമോ? 25 തവണ താങ്കൾ അറിഞ്ഞിരിക്കണം. ഖുറാനിൽ ഏറ്റവും മഹോന്നതമായി 25 തവണ പേരെടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 11 തവണ അൽ മസീഹ് എന്ന് പറയുന്ന പ്രവാചകനാണെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നുണ്ട്. 23 തവണ മേരിയുടെ മകൻ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നുണ്ട്. യേശുക്രിസ്തു തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ഇസ്ലാമിക വിശ്വാസപ്രകാരം അറിയാമോ? യേശുക്രിസ്തു തിരിച്ചു വരുമെന്നാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഉള്ളത്. അപ്പം താങ്കൾ യോജിപ്പിന്റെ മേഖലകൾ നോക്കാതെ വിയോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തി അടികൂടിയിട്ട് എന്താ കാര്യം? വിയോജിപ്പിന്റെ മേഖലകൾ കണ്ടെടുത്തിട്ട് എന്താ കാര്യം? മനുഷ്യകുലത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്തു മരിച്ചു ഉയർത്തു സ്വർഗത്തിൽ പോയി എന്ന് പറയുന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യുക. ആര് ചോദ്യം ചെയ്യുന്നു? ഭായി അത് വിശ്വസിക്കൂ, അതിനെ ബഹുമാനിക്കുന്നു. അതിനോട് മറ്റൊരു ബഹുമാനത്തോടുള്ള മറ്റൊരു വിശ്വാസധാരയല്ലേ ഇസ്ലാം? ആ പറയുന്ന വ്യക്തിയെ കുറിച്ച് തേനിലും പാലിലും ചാലിച്ച് എഴുതി വെച്ചിട്ട് കാര്യം. തേനിലും പാലിലും ചാലിച്ചൊന്നുമല്ല, അവർ മറ്റൊരു വിശ്വാസമാണ്. പക്ഷെ യേശു ഇത് അംഗീകരിക്കുന്നുണ്ടല്ലോ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇതെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? ഏറ്റവും മഹത്വത്തോടെയാണ് യേശുവിനെ കാണുന്നത് അംഗീകരിക്കുന്നുണ്ടോ? അതെങ്കിൽ അല്ലല്ല, ഒരു സൈഡ് ഇത്രയും ചർച്ച ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു റിസൾട്ടെങ്കിലും വേണമല്ലോ. യേശുവിനെ ഏറ്റവും മഹത്തരമായിട്ടാണ് കാണുന്നതെന്ന് താങ്കൾക്ക് അത് യോജിക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ് യേശുവിനെ ഏറ്റവും മഹത്തരമായിട്ടാണ് കാണുന്നതെങ്കിൽ യോജിപ്പുണ്ടോ? സംസാരിക്കേണ്ട കാര്യമില്ല. ആ കാര്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇസ്ലാം എന്ന് പറയുന്ന മതം ഇല്ലാതെയായിരിക്കും. എന്തിനാ മതമില്ലാതെ? അവർ മറ്റൊരു ചിന്താധാരയല്ലേ? ഞാൻ ചോദിച്ചതേ, ഇസ്ലാം മതം ഏറ്റവും പവിത്രമായിട്ടാണ് യേശുവിനെ കാണുന്നത് അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ അടിസ്ഥാന ഈ ചോദ്യത്തിനൊരു ഉത്തരം പറയാമോ? ഒരു സെക്കൻഡ് ഈ ഒരൊറ്റ ചോദ്യം മാത്രം. യേശുവിനെ ഏറ്റവും മഹത്തരമായിട്ടാണ് കാണുന്നത് അംഗീകരിക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ്, യേശുവിനെ ഏറ്റവും മഹത്തരമായിട്ടാണ് കാണുന്നത് അംഗീകരിക്കുന്നുണ്ടോ?
അല്ല ഒരു സെക്കൻഡ് എന്റെ ചോദ്യം യേശുക്രിസ്തുവിന്റെ എന്റെ സഹോദര, യേശു ക്രിസ്തുവിനെ ഏറ്റവും മഹത്തരമായിട്ടാണ് കാണുന്നതെന്നെങ്കിലും താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അതെന്താ ഇല്ലാത്ത? പറഞ്ഞിട്ട് അതിവിടെ ആരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് ഞാൻ പറയുന്നത്. അതല്ല യേശുക്രിസ്തുവിന്റെ വരവും യേശുക്രിസ്തുവിന്റെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കലും യേശുക്രിസ്തുവിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണവും യേശുക്രിസ്തു ലോകത്തിന്റെ പാപം ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചു അംഗീകരിക്കുക എന്നുള്ളത് ഏവനും അംഗീകരിക്കേണ്ടത് ഇതാണെന്നുള്ളത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഞാനിപ്പോ ഒരു പോയിന്റ് പറഞ്ഞാൽ താങ്കൾ പറയുന്നത് മുഴുവൻ അതിലുണ്ടാവും. ആ പോയിന്റ് എന്താണെന്നറിയാമോ? താങ്കൾ നേരത്തെ പറഞ്ഞത് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന യേശു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു അല്ലെന്നല്ലേ? അതെ. അപ്പം പിന്നെ അങ്ങനെ ഇതാണ് യേശുക്രിസ്തുവിന്റെ ലക്ഷ്യം. താങ്കൾ പക്ഷെ ഇത്രയും ഈ കഴിഞ്ഞ 1 മണിക്കൂർ സംസാരിച്ചതും എന്താ? ഈ കഴിഞ്ഞ 1 മണിക്കൂർ സംസാരിച്ചതും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന യേശു താങ്കളുടെ യേശു തന്നെയാണെന്നല്ലേ? താങ്കൾ ഇത്രയും ഈ 1 മണിക്കൂർ സംസാരിച്ചത് മുഴുവൻ സംസാരിച്ചതിന് മുഴുവൻ താങ്കൾ സമ്മതിക്കുന്ന കാര്യം ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് താങ്കളും ഞാനും പറയുന്ന യേശുവിനെ കുറിച്ച് തന്നെയാണെന്നല്ലേ? താങ്കൾ ഇതിൽ പെട്ടുപോയി. എന്റെ സിമ്പിൾ ചോദ്യം ഇത്രയേ ഉള്ളൂ. താങ്കൾ ഇതിൽ പെട്ടുപോയി. താങ്കൾ എന്തായാലും ഒരു കാര്യം ഇത്രയും നേരം കൊണ്ട് സമ്മതിച്ചു. ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന യേശു തന്നെയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന യേശു. ശരിയല്ലേ? ദൈവശാസ്ത്രപരമായ വ്യത്യാസം ഉണ്ടെന്നല്ലേ ഉള്ളൂ. ചരിത്രപരമായി അവരൊന്നല്ലേ? പിന്നെ ചരിത്രത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നല്ലേ? വിശ്വാസപരമായ വ്യത്യാസം ഉണ്ടായിക്കോട്ടെ. ചരിത്രപരമായി ചെയ്യുമല്ലേ? വിശ്വാസപരമായ വ്യത്യാസം ഉണ്ടാകും. ചരിത്രപരമായ ഒന്നല്ലേ? ഹിസ്റ്റോറിക്കലി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഞങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യം? എന്റെ സുഹൃത്തെ, ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം യഹോവ അല്ലെങ്കിൽ യാഹ്വയാണ് ദൈവം. ഈ യാഹ്വയെ തന്നെയാണ് മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുന്നത്. പറഞ്ഞല്ലോ, ഞങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു ദൈവപുത്രനാണ് കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്ത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം താങ്കളാണ്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഒരു സെന്റ്. യഹോവ ആരാണ്? അല്ലല്ല, യഹോവ അല്ലല്ല, എന്റെ ജസ്റ്റ് ഒരു താങ്കളുടെ ഒരു സെന്റ്. യഹോവ ആരാണ്? അല്ലല്ല, യഹോവയല്ലേ ദൈവം? അല്ലെന്ന് അഭിപ്രായം ഉണ്ടോ? ടൈം പോകുന്ന കാരണം കൊണ്ടാണ് ഞാൻ ISD വിളിക്കുന്നത്. ഞാൻ നാളെ താങ്കൾ എന്നെ വാട്സപ്പിൽ വിളിക്കും, നമുക്ക് ഈ സംവാദം തുടരാം. ഞാൻ ഒറ്റ കാര്യം കൂടെ, യഹോവയല്ലേ യഥാർത്ഥത്തിൽ ദൈവം? അല്ലെന്ന് അഭിപ്രായം ഉണ്ടോ? സുഹൃത്തെ, ഞാൻ പറഞ്ഞ കാര്യം അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന എനിക്ക് പേടിയുണ്ടായിട്ടൊന്നല്ല. ഞാൻ അതിനൊക്കെ കുറെ ഉണ്ട് പറഞ്ഞു വരാൻ. ഇങ്ങനെ കുറെ ആ യഹോവ തന്നെയല്ലേ അള്ളാഹു എന്ന് അറബിക് ഭാഷയെ വിളിക്കുന്നത്? ഹീബ്രു ഭാഷയിൽ, അരമിക് ഭാഷയിൽ അബ്ബ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അബ്ബാൻ യേശു ക്രിസ്തുവും യാഹ്വേ എന്ന് വിളിക്കുന്നതും അള്ളാഹു എന്ന് വിളിക്കുന്നതും ഒരേ സത്യത്തിനെ അല്ലേ? താങ്കളല്ലേ താങ്കൾക്ക് യേശു ക്രിസ്തുവിന്റെ ബർത്ത് ഇയർ പോലും അറിയില്ല. അതുകൊണ്ട് അത് താങ്കൾ കൈവച്ചിരുന്നാൽ മതി. ആ ഉടായ്പ താങ്കൾ കൈവച്ചിരുന്നാൽ മതി. യേശു ക്രിസ്തുവിന്റെ ബർത്ത് ഇയർ പോലും താങ്കൾക്ക് അറിയില്ല. അത് പോട്ടെ, ഞാൻ ചോദിച്ചത് പോട്ടെ, നമുക്ക് എന്തായാലും യോജിപ്പിൽ നിർത്താം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് യോജിപ്പിൽ നിർത്താം. അല്ലല്ല, ഒരു സ്ഥലം യോജിപ്പിൽ നിർത്താം. സത്യസന്ധനാണെന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. സത്യസന്ധൻ അല്ല എന്നുള്ളതാണ് താങ്കൾ അത് പറയുന്നത്. അതായത് ഞാൻ ഇനി എന്റെ വാദം ഒന്ന് വെക്കാം. താങ്കൾ അതിനുശേഷം ഒരു വാദം പറഞ്ഞോളൂ. നിങ്ങളുടെ കയ്യിലില്ലേ? നാളെ നിങ്ങൾ ഇതിൽ ഷെയർ ചെയ്തിട്ട് ഈ പറയുന്ന സെയിം ആണെന്ന് നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. നാളെ എന്തിനാ? ഇപ്പം ചെയ്യാമല്ലോ. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മതി. എന്തിനാ നാളത്തേക്ക് പോകണം? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിലില്ല. ഞാൻ നിങ്ങളെ വാട്സപ്പിൽ വേണമെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞല്ലോ. ശരി. അപ്പൊ താങ്കൾ വിളിച്ചോളൂ നാളെ. എന്നിട്ട് ഇത് തരൂ. എന്റെ വാദം ഇത്രയേ ഉള്ളൂ. ഞാൻ എന്റെ വാദം സംഗ്രഹിക്കാൻ, താങ്കൾ സംഗ്രഹിച്ചോളൂ. ആദ്യം താങ്കൾ ചെയ്യണോ ഞാൻ ചെയ്യണോ? നിങ്ങൾ പറഞ്ഞോ. എന്റെ വാദം, ചരിത്രത്തിലേക്ക് നമ്മൾ പുറകോട്ട് പോകുമ്പോൾ പരിശുദ്ധ ബൈബിൾ മെൻഷൻ ചെയ്യുന്ന ചരിത്ര പുരുഷനായ മറിയത്തിന്റെ അല്ലെങ്കിൽ മേരിയുടെയും ജോസഫിന്റെയും മകനായ യേശു അല്ലെങ്കിൽ ജീസസ്, അത് തന്നെയാണ് ചരിത്രത്തിന്റെ ദൃഷ്ടിയിൽ ഖുറാനിൽ മെൻഷൻ ചെയ്യുന്ന മറിയത്തിന്റെ മകനായ ഈസ. ഇത് മാത്രമാണ് എന്റെ വാദം. ഇനിയും താങ്കൾക്ക്. ഓക്കെ, ഞാൻ പറയുന്നത് ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ ഞാൻ പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രന്റെ വരവും കുരിശ് മരണവും ലോകത്തിന്റെ പാപം ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് സ്വർഗത്തിലേക്ക് പോയിട്ടുള്ള ദൈവപുത്രൻ എന്ന ബൈബിൾ പരിചയപ്പെടുന്ന യേശു ക്രിസ്തുവിന് അത് അല്ല എന്ന് ഏതെങ്കിലും ഒരു വിശ്വാസങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന യേശു ക്രിസ്തു അല്ല ആ പറയുന്ന അവരെ ആരോ എന്ന് പറയുന്നു. കാരണം യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ പാപം ഏറ്റെടുത്ത
കുഞ്ഞാട് എന്നുള്ള രീതിയിലാണ് ബൈബിൾ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത്. ദൈവത്തിന്റെ പുത്രൻ എന്നാണ് ബൈബിൾ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേറൊരാൾ പറയാണ് യേശുക്രിസ്തു ദൈവമല്ല, ദൈവത്തിന്റെ പുത്രനല്ല, യേശുക്രിസ്തുവിന് പരിശുദ്ധാത്മാവ് അഭിഷേകം ഉണ്ടായിട്ടില്ല, സ്വർഗത്തിലേക്ക് കരേറിയിട്ടില്ല, കുരിശിൽ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പറയുന്ന യേശുക്രിസ്തു വേറെ എന്തോ ആയിരിക്കണം. അതില് ഞങ്ങളെ സംബന്ധിച്ച് അത് ഇതല്ല. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഇതാണ്. അങ്ങനെ അല്ലാത്ത വേറൊരാൾ വന്നിട്ട് അതിനെക്കുറിച്ച് തേനിൽ പ്രധാന യേശുക്രിസ്തുവിന്റെ ലക്ഷ്യവും ഇതിന് എതിരായിട്ട് ഒരാൾ പറഞ്ഞിട്ട് വേറെ രീതിയിൽ പറഞ്ഞാൽ അത് അവരുടെ എന്തോ ഒരു സൃഷ്ടികൾ മാത്രമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി അവിടെയാണ് നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ചരിത്രവും താങ്കൾ വിശ്വാസവുമാണ് പറയുന്നത്. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. നമ്മള് ഞാൻ ചരിത്രവും താങ്കളുടെ വിശ്വാസവുമാണ് പറയുന്നത്. നിങ്ങളോട് പറഞ്ഞല്ലോ ഈ പറഞ്ഞ സാധനം ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ വിട്ടുതരാം. ദയവായി വിടുക. നാളെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും ഗുഡ് ഫ്രൈഡേ. എല്ലാ പ്രാർത്ഥനകളും ദൈവപുത്രനായ യേശു താങ്കളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. തീർച്ചയായും താങ്കളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്.